സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിത ചക്രശംഖകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സ്വാമിയേ ശരണമയ്യപ്പ. നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ. ജൈ ജാനകീ ജീവനസ്മരണം. ജയ ജയ രാമ രാമ. ആഞ്ജനേയസ്വാമിക്ക് ജൈ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശമേധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമസദ്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രഹര പരമാഹ്ലാദജനനിം ശ്രീജഗദംബികായി നമഃ. ചോറ്റാനിക്കരമ്മേ ശരണം. കൊടുങ്ങല്ലൂരമ്മേ ശരണം. മൂകാംബിക ഭഗവതീ ശരണം. ഭഗവതി പരദേവതേ പ്രസീദാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതം ആദ്യം മുതൽ അവസാനം വരെ നോക്കിയാൽ സത്യം പരം ധീമഹി എന്നതിൽ ഘടിപ്പിച്ചുകൊണ്ടാണ് എല്ലാ കഥകളും പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തിൽ സത്യം പരം ധീമഹി, അവസാന അധ്യായത്തിൽ സമർപ്പണ രംഗത്ത് നോക്കിയാലും സത്യം പരം ധീമഹി. ഇപ്പോൾ ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഗായത്രി മന്ത്രം എന്തെന്ന് ചോദിച്ചാൽ സത്യം പരം ധീമഹി. അത് നമുക്കൊക്കെ ലളിതമായിട്ട് മനസ്സിലാക്കത്തക്ക രീതിയിൽ മേൽപ്പത്തൂര് നാരായണീയത്തിൽ ആദ്യ ദശകം രണ്ടാമത്തെ ശ്ലോകത്തിൽ ഇത് സ്പഷ്ടാക്കി തന്നു. എന്താ ഇപ്പോൾ സത്യം പരം ധീമഹി എന്നാണെങ്കിൽ ഗുരുപവനപുരാധീശമേവ ആശ്രയാമ. അതാണ് സർവാത്മഭാവത്തിൽ ഈശ്വരനെ ആശ്രയിക്കുക. ആ ആശയാണ് വാസ്തവത്തിൽ എല്ലാത്തിനും തികഞ്ഞു വേണ്ടത്. അതാണ് ശ്രീമദ് ഭാഗവതത്തിൻ്റെ മഹാത്മ്യം. മഹാപുരാണങ്ങളിൽ 10 ലക്ഷണങ്ങളും തികഞ്ഞ പുരാണം ഏതെന്ന് ചോദിച്ചാൽ ശ്രീമദ് ഭാഗവതം. അതുകൊണ്ടാണ് വ്യാഖ്യാതാവ് ശ്രീധരീയത്തിൽ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട് പുരാണാനാം സംഹിത എന്ന് പറയണതാണ്. ഇതാണ് ഓരോ അധ്യായം കഴിയുമ്പോഴും ശ്രീമദ് ഭാഗവതേ പാരമഹംസ്യാം സംഹിതായ അത് ചേർത്ത് വായിക്കുക തന്നെ വേണമെന്നാണ്. കാരണം പരമഹംസചര്യയിൽപ്പെട്ടവരനുഷ്ഠിക്കേണ്ടത് ഓരോ ജീവാത്മാക്കളെയും പരമഹംസ പദവിയിലേക്ക് എത്തിക്കുന്നത് അതേതാണെന്ന് ചോദിച്ചാൽ ശ്രീമദ് ഭാഗവതം. അതാണ് ആശ്രയം പരം ബ്രഹ്മ. അവസാന രംഗത്ത് ഭഗവാൻ തന്നെ നമുക്ക് സ്പഷ്ടമായിട്ട് കാണിച്ചു തന്നു. എന്താ അത്? കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേ ശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. എനിക്ക് തന്നെ ആശയം എൻ്റെ ശ്രീപാദം. അപ്പം എന്നിൽ നിന്നുണ്ടായ സർവ്വജീവജാലങ്ങൾക്കും ആശയമേതെന്ന് ചോദിച്ചാൽ ഭഗവാൻ തന്നെ. ആ പൂർണ്ണ സമർപ്പണമാണ് വാസ്തവത്തിൽ വേണ്ടത്. അതാണ് പ്രതീക്ഷകൾ പരാതികളില്ലാതെ കണ്ടുള്ള ഈശ്വരാശയം ഏതാണോ അതാണ് ഭക്തി. നമ്മളൊന്നും ആ നിലയിലേക്ക് ആയിട്ടില്ല. നമ്മൾ അമ്പലത്തിൽ പോണത് തന്നെ കൗണ്ടറിൽ ചെന്നാൽ ഈ പുഷ്പാഞ്ജലിക്ക് കാശ് മുടക്കിയപ്പോൾ എന്താ അങ്ങോട്ട് കിട്ടുക പ്രതീക്ഷ വച്ചുകൊണ്ടാണ്. അതല്ല ഭക്തി. നേരെ മറിച്ച് അനന്യഭാവത്തിലുള്ള ഈശ്വരാശയം പ്രഹ്ലാദൻ്റെ മഹാത്മ്യത്തിൽ അത് സ്പഷ്ടമാണ്. പ്രതിബന്ധങ്ങളെ എന്തു വന്നിട്ടും
പ്രഹ്ലാദൻ പിൻവലിഞ്ഞില്ല. ഭഗവത് സേവയ്ക്ക് ശക്തി കൂട്ടി എന്നല്ലാണ്ട് കുറവില്ല. ഇതാണ് പ്രതിബന്ധങ്ങൾ എന്തു വന്നാലും ഈശ്വരനെ മറക്കാതെ കണ്ടുള്ള ആശയം, അതിലേക്ക് എത്തത്തക്ക രീതിയിലുള്ള ഒരു പൂർണ്ണത, അതാണ് ശ്രീമദ് ഭാഗവതം കൊണ്ട് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. 103ാമത്തെ ജയന്തി ആഘോഷം, സത്രാഘോഷത്തിൽ പങ്കെടുക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ടതാണ്. ഈശ്വരനെ സേവിക്കുമ്പോൾ പ്രതിബന്ധങ്ങൾ, തടസ്സങ്ങൾ പലതും ഉണ്ടാവും. എന്നാലും പിൻവലിയാനുള്ള ആശയം ഈശ്വരങ്ങളിൽ ഉറപ്പിക്കുക. അങ്ങനെ ഉറപ്പിച്ച ഒരാൾക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് കരയേണ്ടി വരില്ല. വീണ്ടെടുത്ത് കൊടുത്ത് ഭഗവാൻ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും, സംശയമൊന്നുമില്ല. ആ പൂർണ്ണതയുടെ മഹാപുരാണാണ് ശ്രീമദ് ഭാഗവതം. ഇവിടെ പ്രതിപാദ്യമായ വിഷയം അഷ്ടമസ്കന്ധത്തിലെ മഹാബലിചരിതം, വാമന അവതാരം. ഇതാണ് സ്മരിക്കുക. അഷ്ടമസ്കന്ധത്തിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. മന്വന്തര കഥനമാണ് അഷ്ടമസ്കന്ധം എന്ന് പറഞ്ഞാൽ. ഒരു മന്വന്തര ഷഡ്കം എന്ന് പറയും. 6 കാര്യങ്ങൾ നിശ്ചയിക്കപ്പെട്ട ഒരു കാലഘട്ടം, അതിനാണ് മന്വന്തരം എന്ന് പറയുക. ഇന്ന ആൾ മനുവായിട്ട്, ഇന്ന ആൾ ഇന്ദ്രനായിട്ട്, ഇന്ന ആൾക്കാരൊക്കെ ദേവന്മാർ, ഇന്ന ആൾക്കാരൊക്കെ മനുവിൻ്റെ മക്കൾ, ഇന്നവരൊക്കെ സപ്ത ഋഷീശ്വരന്മാർ, ഇന്ന ഭഗവാന്റെ അവതാരങ്ങൾ. ഇത് നിശ്ചയിക്കപ്പെട്ട ഒരു കാലഘട്ടം. ഇതാണ് മന്വന്തര ഷഡ്കം. 6 കാര്യങ്ങൾ നിശ്ചയിക്കപ്പെട്ട ഒരു കാലഘട്ടം, അതിനാണ് മന്വന്തരം എന്ന് പറയുക. 6 മന്വന്തരങ്ങളുടെ കഥകൾ പറഞ്ഞു. ഇനി 7ാമത്തെ മന്വന്തരത്തിലെ കഥ വൈവസ്വത മന്വന്തരം. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന മന്വന്തരം കൂടിയിട്ടാണ് വൈവസ്വത മന്വന്തരം എന്ന് പറഞ്ഞാൽ. ആ മന്വന്തരത്തിലെ കഥയായിട്ടാണ് മഹാബലിചരിതം, വാമനമൂർത്തിയുടെ അവതാരം ശ്രീമദ് ഭാഗവതത്തിൽ പ്രതിപാദിക്കുന്നത്. അതൊരു പ്രത്യേകതയുണ്ട്. വാമനപുരാണത്തിൽ 10,000-ൽ പരം ശ്ലോകങ്ങളെ കൊണ്ട് വർണ്ണിച്ചത് ശ്രീമദ് ഭാഗവതം 9 അധ്യായം, മേൽപ്പത്തൂര് 2 ദശകം കൊണ്ടും ചുരുക്കി പറയുന്നുണ്ട്. ഇവിടെ അഷ്ടമസ്കന്ധത്തിൽ തന്നെ ഇത് പറയാനുള്ള കാരണമുണ്ട്. നമുക്കൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, അത് തിരുത്താൻ കൂടിയിട്ടാണ്. വാമനമൂർത്തി മഹാബലിയെ ചവിട്ടിത്താത്തി എന്നാണ് പാതാളത്തിലേക്ക്. പിന്നെ അടുത്ത കൊല്ലാവുമ്പോൾ പൊക്കിയെടുക്കുകയാണ്, പിന്നെ വീണ്ടും ചവിട്ടലാണ്. അപ്പം അങ്ങനെ അല്ല. കാരണം മന്വന്തര കഥകളുടെ കൂടെയാണ് പറഞ്ഞത്. അപ്പോൾ മന്വന്തരത്തിൻ്റെ വ്യവസ്ഥ പറഞ്ഞു ആദ്യം. അപ്പോൾ ഒരു മന്വന്തരത്തിൽ ഒരു ഇന്ദ്രൻ മാത്രമേ സ്വർഗം ഭരിക്കാൻ പാടുള്ളൂ. അത് വ്യവസ്ഥയാണ്, നിയമമാണ്. ലംഘിക്കാൻ ഗുരുവായൂരപ്പന് വരെ അവകാശമില്ല. അതാണ് മന്വന്തര ഷഡ്കം എന്ന് പ്രത്യേകം പറഞ്ഞത്. അപ്പോൾ ഇവിടെ മഹാബലി ഭക്തനാണ്, വളരെ കേമനാണൊക്കെ ആണെങ്കിലും ആ നിയമത്തെ ലംഘിച്ചിരിക്കുകയാണ്. അതാണല്ലോ തട്ടിപ്പറത്തില്ലേ സ്വർഗം, തെറ്റല്ലേ? ഭഗവത്ഗീതയിലെ ശ്ലോകം യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സജാമ്യഹം. ധർമ്മഗ്ലാനി സംഭവിച്ചാൽ അപ്പോൾ ധർമ്മസംസ്ഥാപനത്തിനായിട്ട് അവതാരം എടുക്കാണ്ട് നിവൃത്തിയില്ല. അപ്പോൾ ധർമ്മഗ്ലാനി എന്താ എന്ന് ചോദിച്ചാൽ അതാണ് ധർമ്മഗ്ലാനി. നിശ്ചയിച്ച കാലഘട്ടം മുഴുവൻ സ്വർഗം ഭരിക്കാൻ അധികാരം ഉള്ള ദേവേന്ദ്രൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചെടുത്തു സ്വർഗം. അത് ധർമ്മഗ്ലാനിയാണ്. അപ്പോൾ ധർമ്മസംസ്ഥാപനത്തിനായിട്ട് അവതരിക്കാണ്ടിരിക്കാൻ വയ്യ. അതിനാണ് അവതാരം വാമനമൂർത്തിയും. മാത്രമല്ല പ്രഹ്ലാദന് കൊടുത്ത വാക്കുണ്ട്, ത്രിസപ്തവി പിതാ പൂത. നിൻ്റെ തറവാട്ടിൽ പറക്കാൻ പോകുന്ന 21 ആവർത്തി കുടുംബക്കാരെ മുഴുവൻ ഞാൻ അനുഗ്രഹിച്ചോളാം. ഇങ്ങനൊരു അനുഗ്രഹം കിട്ടിയത് അസുരനാണ്, അല്ലാണ്ട് വേറെ ആർക്കും കിട്ടിയിട്ടില്ല. ആ പ്രഹ്ലാദന് കൊടുത്ത വാക്ക് പാലിക്കാണ്ട് വയ്യ ഭഗവാന്. കാരണം ഭക്തപ്രിയനാണ് ഭഗവാൻ ലീ. അതുകൊണ്ട് പ്രഹ്ലാദപ്രിയനും കൂടിയിട്ടാണ്. അപ്പോൾ മഹാബലിക്ക് കുറച്ചൊരു അഹങ്കാരം ഉണ്ടെങ്കിൽ അത് കളഞ്ഞ് ശുദ്ധീകരിച്ച് തനി തങ്കക്കെട്ടാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഭഗവാന്റെ വാമനാവതാരം. അതുകൊണ്ടാണ് മന്വന്തര കഥകളുടെ ഇടയിൽ വേദവ്യാസ മഹർഷി അഷ്ടമത്തിൽ തന്നെ ഈ കഥ പറയാൻ കാരണം.
ഇപ്പോൾ 103-ാമത്തെ ജയന്തി നമ്മൾ ആഘോഷിക്കുമ്പോൾ ഓർത്തോള, ചവിട്ടിയിട്ടില്ല, പൊക്കളിൽ വിളിക്കണ്ട പൊക്കാൻ, അങ്ങനെയല്ല, അനുഗ്രഹിക്കുകയാണ് എന്നർത്ഥം. അത് സ്പഷ്ടമാക്കാനാണ് മന്വന്തര കഥകളുടെ കൂട്ടത്തിൽ ഇത് പറയാൻ കാരണം. ഇവിടെ പരീക്ഷിത രാജാവ് ചോദിക്കുകയാണ്, ബലേ പദത്രയം ഭൂമേ കസ്മാ ഹരി അയാജത ഭൂത്വേശ്വര കൃപണവല്ലപ്താർത്ഥോപി ബബന്ധതം. അത്ഭുതമായിട്ടാണ് ചോദിക്കണതേ. മഹാപിസ്കനായിക്കൊണ്ട് ഈ വാമനമൂർത്തി മഹാബലിയുടെ യാഗശാലയിൽ തന്ന് എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞ് പിച്ചക്കാരനെ പോലെ കൈ നീട്ടിട്ടില്ല. അത്ഭുതമല്ലേ എന്നാണ്. എല്ലാവരും ഭഗവാന്റെ മുമ്പിലാണ് കൈ നീട്ടുക. ആ ഭഗവാൻ മഹാബലിയുടെ യാഗശാലയിൽ തന്ന് പിശുക്കനെ പോലെ കൈ നീട്ടി. അത്ഭുതമല്ലേ? പോരാ, ഇത്രയൊക്കെ സമർപ്പണം ചെയ്ത മഹാബലിയെ അവസാനം ഭഗവാൻ എന്താ ചെയ്തത്? ബന്ധനത്തിൽപ്പെടുത്താണ്ടായതില്ലേ? അത് വലിയൊരു പോരായ്മയല്ലേ? കൗതൂഹലം. ഇതാണ് കൗതൂഹലം. ഇത്രയൊക്കെ സമർപ്പണം ചെയ്ത അവസാനം ആളെ ബന്ധനത്തിൽപ്പെടുത്തുക, എന്താ ഇതിന് കാരണം എന്നറിയണം എന്നാണ്. അപ്പോൾ നമ്മളും ചിന്തിക്കേണ്ട വിഷയമാണ്. ഇത്രയൊക്കെ ആയിട്ടും ഇങ്ങനെയൊക്കെ വേണ്ടിയിരുന്നോ? മേൽപ്പത്തൂരിൻ്റെ നാരായണീയത്തിൽ മേൽപ്പത്തൂരത് സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്. യസ്മാൽ ദർപ്പാൽ ത്രിപദ പരിപൂർത്യക്ഷമ ക്ഷേമവാദാൻ ബന്ധം ജാസൗ അകമൽ അതദർഹോപി ഗാഢോപശാന്തി. ഒരൊറ്റ പദം കൊണ്ട് അതിന് മറുപടിയായി ഗാഢോപശാന്തി. അതദർഹോപി 31-ാം ദശകത്തിലെ 3-ാമത്തെ ശ്ലോകമാണ്. വാമനാവതാരം പ്രതിപാദിക്കുന്ന ദശകത്തിലെ ശ്ലോകമാണ്. അതദർഹോപി ഗാഢോപശാന്തി. വാസ്തവത്തിൽ ഇതൊന്നും വേണ്ടാത്തതാണ്, മഹാബലിയോട് ഇങ്ങനെ പാടില്ലാത്തതാണ്. പക്ഷേ ഗാഢോപശാന്തി എന്നാണ്. പൂർണ്ണമായിട്ട് അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട്, ഉപശമം വരാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്നും വാസ്തവത്തിൽ വേണ്ടാത്തതാണെങ്കിലും ഭഗവാൻ ചെയ്തത് എന്നാണ്. എന്താ അത്? ഭഗവത്ഗീതയിലൊരു ശ്ലോകം 18-ാമത്തെ അധ്യായം 53-ാമത്തെ ശ്ലോകം. ഒരു സത്രമാണല്ലോ, ഇപ്പോൾ ഗൗരവമായിട്ട് വേണമല്ലോ. ഭഗവത്ഗീതയിൽ 18-ാമത്തെ അധ്യായത്തിലെ 53-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, കാമം അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം പരിഗ്രഹം വിമുച്യ നിർമ്മമ ശാന്തോ ബ്രഹ്മഭൂയായ കൽപ്പതേ. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, ആശ്ചര്യം, അസൂയ, അഹങ്കാരം ഇവ ഉപേക്ഷിച്ചില്ലെങ്കിൽ ഒരിക്കലും സൽഗതി കിട്ടില്ല. അതാണ് അഹങ്കാരം, ബലം, ദർപ്പം തുടങ്ങിയിട്ട് ഉപേക്ഷിക്കേണ്ട ഒന്നാണ്. ഇപ്പം മഹാബലിക്ക് ത്രൈലോക്യ ഐശ്വര്യങ്ങളിലും പുത്രധാരാദികളിലും ലൗകിക വിഷയത്തിലും വിരക്തി വന്ന് ഒരിക്കലും ഇളകാത്ത അല്ലെങ്കിൽ നഷ്ടപ്പെടാത്ത ഉപശമത്തിലേക്ക് മഹാബലിയെ എത്തിക്കണം. അതിന് വേണ്ടിയിട്ടായിരുന്നു ഈ പരിശോധനകൾ മുഴുവൻ നൃത്തം. ഇതാണ് ഭഗവാന്റെ പരിശോധനയിൽ പരാജയപ്പെടാത്ത ആൾ മാത്രമല്ല, അവസാനം എന്താ ഉണ്ടായത്? സുതരത്തിൽ കൊണ്ടാക്കി ഭഗവാൻ കാവൽക്കാരനായിട്ട് നിന്നു എന്നാണ്. അപ്പോൾ ഗാഢോപശാന്തി, ഉപശമം വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടായത് എന്നർത്ഥം. അത് ഉൾക്കൊണ്ട ആളാണ് മഹാബലി. നമ്മളും ഈ കഥ കേട്ടാൽ വേണ്ടതാണ്. എന്താ അത്? ഭഗവത് സേവയിൽ പലതരത്തിലുള്ള തടസ്സങ്ങളും പരിശോധനകളും ഉണ്ടാവും. പതരാതെ കണ്ടുള്ള ഈശ്വരാശ്രയം അത് വരണം എന്നർത്ഥം. നമ്മൾ നേരെ മറിച്ചാണ്, അങ്ങനെയല്ല. ഇപ്പം പോരായ്മകളെ തീർക്കാൻ വേണ്ടിയിട്ട് എന്നല്ലാതെ കണ്ട് മറ്റൊന്നല്ല. ദേവാശുദ്ധത്തിങ്കൽ മരണം സംഭവിച്ച മഹാബലിക്ക് ശുക്രമഹർഷി വീണ്ടും ജീവൻ കൊടുത്തു. ശുക്രേണ ജീവിത. അപ്പം തൻ്റെ എല്ലാത്തിനും നിദാനം എന്ന് ചോദിച്ചാൽ മഹാബലിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഗുരുത്വമാണ്, ഗുരുനാഥൻ്റെ അനുഗ്രഹമാണ്. അതുകൊണ്ട് വിശ്വജിത്വയാഗത്തിൻ്റെ മധ്യത്തിങ്കൽ സ്വർഗം ആക്രമിക്കാൻ വേണ്ടി പുറപ്പെട്ട മഹാബലിയുടെ മുമ്പിൽ ദേവന്മാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. സ്വർഗം ഉപേക്ഷിച്ച് അവർ ഓടി ഒളിക്കേണ്ടി വന്നതാണ്. അവിടെ
ബൃഹസ്പതി ദേവന്മാരുടെ ഗുരുനാഥൻ വ്യാഴാചാര്യർ പറഞ്ഞു, ഇപ്പം കാലം ഗുണമല്ല, എവിടെയെങ്കിലും പോയിട്ട് ഒളിക്കുകയാണ് ഭേദം. അങ്ങനെ ദേവന്മാർ മുഴുവൻ ഗുഹകളിൽ പോയിട്ട് ഒളിച്ചു താമസിക്കേണ്ടി വന്നു. സ്കാന്ദപുരാണത്തിൽ രസമായിട്ട് പറയുന്നുണ്ട്, ഓരോരുത്തരും രഹസ്യമായിട്ട് ഓരോരോ വേഷം കെട്ടിയിട്ടാണ് രഹസ്യമായിട്ട് കശ്യപാശ്രമത്തിന് സമീപത്തിൽ പോയിട്ട് താമസാക്കിയത് എന്നാണ്. ഇന്ദ്രൻ മയിലിൻ്റെ വേഷം കെട്ടിയതാണ്, യമൻ കാക്കയുടെ വേഷം കെട്ടി, കുബേരൻ കീരിയുടെ വേഷം കെട്ടി, അഗ്നി ചെമ്പോത്തിൻ്റെ വേഷം കെട്ടി, ശിവൻ തവളയുടെ വേഷം കെട്ടി. ഇങ്ങനെ കശ്യപപ്രജാപതിയുടെ ആശ്രമത്തിന് സമീപത്ത് രഹസ്യമായിട്ട് ഇവരൊക്കെ പോയിട്ട് ഒളിക്കേണ്ടി വന്നു എന്നാണ്. അങ്ങനെ ദേവന്മാരുടെ അവസ്ഥ, പ്രത്യേകിച്ച് ഗുഹകളിൽ പോയിട്ട് ഒളിക്കുക എന്നൊരവസ്ഥ. ഈ ഘട്ടത്തിൽ പറഞ്ഞു ബൃഹസ്പതി, എല്ലാ തരത്തിലും ഗുരുത്വം തികഞ്ഞ കാരണം ഇപ്പം നേരിട്ട് ഏറ്റുമുട്ടിയാൽ വിജയം വരില്ല, ഇനി ഒരൊറ്റയാക്കെ രക്ഷിക്കാൻ നിർത്തിയുള്ളൂ. വർദ്ധയത്വ ഈശ്വരം ഹരിം, ഭഗവാൻ തന്നെ കാരുണ്യം ചൊരിയിടും, അല്ലാതെ നിർത്തിയില്ല, പോരാ. ഒരിക്കൽ ഇവന് ഇപ്പം നേടിയ ഈ ഐശ്വര്യങ്ങളൊക്കെ നഷ്ടപ്പെടുന്നതാണ്. തേഷാം ഏവ ആപമാനേന സാനുബന്ധോ വിനശ്യതി ആണ്. ഒരിക്കൽ ഗുരുനാഥൻ നിമിത്തം ഉണ്ടായിട്ടുള്ള യശസ്സുക്കൾ മുഴുവൻ നഷ്ടപ്പെടും. ഇപ്പോൾ ശുക്രൻ്റെ ശാപത്തെ മുൻകൂട്ടി കണ്ടിട്ടുണ്ട്. ഭ്രശ്യതേ ശ്രിയ നീ പറയാൻ പോവാണ്, ശപിക്കുകയാണല്ലോ ശുക്രാചാര്യർ. അപ്പോൾ ആ ഗുരുനാഥൻ നിമിത്തമുള്ള ഐശ്വര്യങ്ങളൊക്കെ ഒരിക്കൽ നഷ്ടപ്പെടും, അപ്പം നിങ്ങൾക്ക് വിജയിക്കാം എന്നല്ലാതെ കണ്ട് നിർത്തിയൊന്നുമില്ല. അങ്ങനെ ദേവന്മാർ മുഴുവൻ കേമായിട്ട് ഒളിച്ചു താമസിക്കേണ്ട അവസ്ഥ. അമരാവതിയിൽ ഇന്ദ്രപദവിയിൽ മഹാബലി വിലസിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് കശ്യപപ്രജാപതി തീർത്ഥയാത്രയ്ക്ക് പോയ ആൾ അരുദേവിയുടെ ആശ്രമത്തിലേക്ക് വന്നു എന്നാണ്. സ്വീകരണം കഴിഞ്ഞ് നോക്കുമ്പോഴാണ് കണ്ണീർ തുള്ളികൾ കണ്ടപ്പോൾ ചോദിച്ചു കശ്യപൻ, എന്താ വലിയൊരു സങ്കടം തോന്നണുണ്ടല്ലോ, ഞാൻ ഇവിടെ ഇല്ലാത്ത സന്ദർഭത്തിൽ യാഗാഗ്നി കടാണ്ട് സൂക്ഷിക്കുക എന്നുള്ളത് ധർമ്മപത്നിയുടെ ചുമതലയാണ്. യാഗാഗ്നി കടാണ്ട് സൂക്ഷിക്കേണ്ട അനുഷ്ഠാനങ്ങളൊക്കെ ധർമ്മപത്നി ചെയ്യണം എന്നാണ് നിയമം. അതാണ് വിവാഹ സമയത്ത് പ്രത്യേകം താലി കെട്ടുമ്പോൾ സങ്കല്പിക്കണമാണ് ആ കർമാനുഷ്ഠാനങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംസ്കാരം കൂടിയിട്ടാണ് ഈ താലികെട്ട് എന്ന് പറഞ്ഞാൽ. അത് ഓരോ വിഭാഗങ്ങൾക്കും വ്യത്യാസമുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രശ്നമാവും. നമ്പൂരിമാർക്കാണെങ്കിൽ അച്ഛൻ താലികെട്ടാണ്, എന്നുവെച്ചാൽ ഉപനയന സംസ്കാരമാണ്, ആ സ്ത്രീയുടെ ഉപനയനമാണ് താലികെട്ട് എന്ന് പറഞ്ഞാൽ. ഉപനയന സമയത്ത് ഗായത്രി ഉപദേശം നടത്തുന്നത് അച്ഛനാണല്ലോ, അപ്പോൾ ആ സ്ത്രീയുടെ ഉപനയനമാണ്. അപ്പോൾ സ്ത്രീകൾക്ക് ഉപനയനം ഇല്ല എന്ന് പറയാൻ വയ്യ, ഉപനയനമുണ്ട്. താലികെട്ട് ഉപനയനായിട്ടാണ്. അപ്പോൾ എന്തിനാന്ന് ചോദിച്ചാൽ ആ ഗ്രഹത്തിലെ അനുഷ്ഠാനങ്ങളൊക്കെ വേണ്ടവണ്ണം തുടരായിട്ട് അനുഷ്ഠിക്കുക, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ യാഗാഗ്നി കടാണ്ട് സൂക്ഷിക്കുക. ഭർത്താവിന് പറ്റില്ല എങ്കിൽ അത് അധികാര സ്ത്രീക്കുണ്ട് എന്നർത്ഥം. സുഹൃദാ ഹവിഷ സതി ഇവിടെ ചോദിക്കണുണ്ടല്ലോ, അത് വേണ്ടോണം പരിപാലിക്കാൻ പറ്റിയില്ല എങ്കിൽ അത് പോരായ്മയാണ്. പോരാ, പ്രത്യേകിച്ച് ഇവിടെ പറയുന്നുണ്ട്, ബ്രാഹ്മണോഗ്നിഷ്ടവൈ വിഷ്ണോഹോ സർവദേവാത്മനോ മുഖം. ബ്രാഹ്മണര്, അഗ്നി, ഇവരൊക്കെ വിഷ്ണുവിൻ്റെ മുഖമാണ് നാം. അവരെയൊക്കെ വേണ്ടോണം പ്രത്യേകിച്ച് പൂജിക്കുക, അനുഷ്ഠിക്കുകയൊക്കെ ചെയ്ത് വിഷ്ണുപ്രീതിക്ക് ഏറ്റവും കേമായ ഒന്നാണ്. അതൊക്കെ വേണ്ടോണം ചെയ്യാൻ പറ്റാതെ കൊണ്ടാണോ, അതോ ഇനിയിപ്പോൾ കുട്ടികളുടെ കാര്യം ഓർത്തിട്ടാണോ നാം? അപ്പോഴാണ് പറഞ്ഞത് കുട്ടികളുടെ കഥ പരുങ്ങലാണ്. അവരൊക്കെ സങ്കേതങ്ങളിൽ പോയിട്ട് ഒളിച്ചു താമസിക്കേണ്ട അവസ്ഥ വന്നു. അവരുടെ കുട്ടികൾ കാരണമാണ് ഈ ആപത്തൊക്കെ എനിക്ക് വന്നത് എന്നൊക്കെ പറയുമ്പോൾ കശ്യപപ്രജാപതിക്ക് പറയാൻ പറ്റൊന്നുമില്ല. ഏതാപത്തിലും ഭഗവാനെ സേവിക്കുക. ആപതിക്കും കരണീയം സ്മരണീയം തവ ചരണയുഗളം. അല്ലാണ്ട് മറ്റൊന്നും മറുപടി ഇല്ല. അപ്പം ദിതിയായിക്കോട്ടെ അതിഥിയായിക്കോട്ടെ കശ്യപന് മറുപടി ഒന്നുള്ളൂ, ഏതാപത്തിലും ഈശ്വരനെ സേവിക്കുക. ഇപ്പോൾ നമ്മളും അങ്ങനെയല്ലേ,
എന്തെങ്കിലും വലിയ സങ്കടമായ ജ്യോത്സ്യന്മാരെ പോയി കാണും. അവർ കവടി വച്ച് പറയും ഈശ്വരനെ സേവിച്ചോളൂ, അല്ലാണ്ട് വേറെ മറുപരുന്നതിനില്ല, ഉറപ്പായിട്ടുള്ള കാര്യമില്ല. അപ്പം ഏതാപത്തിലും ഈശ്വരനെ സേവിക്കുക. ആ നിലയിൽ പയോവ്രതം കൊണ്ട് ഭഗവാനെ സേവിക്കാൻ ഉപദേശം കൊടുത്തു എന്നാണ്. പാല് പ്രധാനമായിട്ടുള്ള ഒന്ന് പയോവ്രതം. വ്രതങ്ങൾ പ്രത്യേകിച്ച് കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ടാണ് പറയണത്. ഋഗ്വേദത്തിലൊക്കെ പറയുന്നുണ്ട് കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ട് അനുഷ്ഠാനങ്ങളാണ് വ്രതങ്ങൾ. പിന്നെ പരിഹാരക്രിയയുടെ ഈ പരിഹാരത്തിൻ്റെ ഭാഗമായിട്ടാണ് പ്രായശ്ചിത്തങ്ങൾ ഉണ്ടല്ലോ. ഇപ്പം അമ്പലത്തിൽ കള്ളം കയറിയാൽ, പട്ടി കയറിയാൽ, ചോര വീണാൽ ഒക്കെ പ്രായശ്ചിത്ത കർമ്മങ്ങളാണ്. ഇതൊക്കെ പരിഹാരക്രിയകളാണ്. വ്രതങ്ങളൊക്കെ കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കാര്യസിദ്ധിക്ക് എന്ന നിലയിലാണ് പയോവ്രതം കൊണ്ട് പൂജിക്കാൻ ഉപദേശം കൊടുത്തു. ഇവിടെ ഫാൽഗുണസ്യാമലേ പക്ഷേ ദ്വാദശാഹം പയോവ്രത അർച്ചയേത് അരവിന്ദാക്ഷം ഭക്തിയാ പരമയാന്വിത. ഫാൽഗുണത്തിൽ അനുഷ്ഠിക്കേണ്ട വ്രതമായിട്ടാണ് പറയണത്. ഫാൽഗുണം എന്ന് പറഞ്ഞാൽ കുംഭം മീനം ചേർന്ന ഘട്ടം, ഇതാണ് ഫാൽഗുണം എന്ന് പറഞ്ഞാൽ. അവിടെ ത്രയോദശി വരെ പ്രതിപദത്തിൻ്റെ അന്ന് തുടങ്ങി ത്രയോദശിക്ക് സമർപ്പിക്കുക. ദ്വാദശാഹം 12 അഹസ് പ്രമാണമായിട്ട് അനുഷ്ഠിക്കേണ്ട വിധി. വേണ്ട കാര്യങ്ങൾ, അരുതാത്ത കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ട് ഇവിടെ എടുത്തു പറയുന്നുണ്ട്. അതിൽ ശ്രുതം പയസി നൈവേദ്യം ശാല്യന്യം വിഭവേ സതി സർപ്പി സകുടം ദത്വ ജുഹുയാൻ മൂലവിദ്യയ. പാൽ വേവിച്ച നല്ലരിയുടെ ഹവിസ്, ശർക്കര ചേർത്ത് നെയ്യ് ഒഴിച്ച് നിവേദ്യം കഴിക്കുക. മൂലമന്ത്രം ജപിച്ച് അഗ്നിയിൽ ഹോമിക്കണം എന്നാണ്. അതാണ് ഇപ്പം അമ്പലത്തിലൊക്കെ ഉപസ്തരിച്ച് നേദ്യം കഴിക്കുക എന്നാണ് നിയമം. ഉണക്കലരി നേദ്യമാണ്. ഇനി പച്ചരി ആക്കിയോന്ന് എനിക്ക് വിശ്വമില്ല. ഉണക്കലരിയാണ് വിധി എന്നർത്ഥം. ഇതാണ് പ്രത്യേകം പറഞ്ഞത്, ഉണങ്ങിയത് പാകപ്പെട്ടത് ഉപസ്തരിച്ച് നിവേദ്യം കഴിക്കണം എന്ന് നിയമമാണ്. കേരളീയ മലയാള ബ്രാഹ്മണൻ്റെ പൂജാവിധിയിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇപ്പോൾ ശബരിമല മേശാന്തിയുടെ അപേക്ഷാ ഫോറത്തിൽ നിബന്ധനകളിൽ കൊടുത്തേക്കണ ഒന്നതാണ് മലയാള ബ്രാഹ്മണനായിരിക്കണം, മലയാള ബ്രാഹ്മണ സമ്പ്രദായത്തിൽ പൂജ കഴിക്കണ ആളായിരിക്കണം എന്നാണ്. അപ്പോൾ ഒന്നിതാണ് ഉപസ്തരിച്ച് നിവേദ്യം കഴിക്കുക. ജല, ഗന്ധ, പുഷ്പ, ധൂപ, ദീപ, നിവേദ്യം, അങ്ങനെ 6 ഉപചാരങ്ങളായിട്ട് പൂജ കഴിക്കണ ആളായിരിക്കണം. നിവേദ്യം ധം അമൃതീഭവ, അമൃതാക്കി നിവേദിക്കുക. അതൊക്കെ മലയാള ബ്രാഹ്മണൻ്റെ സമ്പ്രദായമാണ്. നിങ്ങൾ മറ്റ് സ്റ്റേറ്റുകളിൽ പോയിട്ട് കാണുന്നുണ്ടാവും, അവിടെ ഈ സങ്കല്പം ഇല്ല. മലയാള ബ്രാഹ്മണൻ്റെ സമ്പ്രദായം. ബദ്രീനാരായണൻ്റെ മേശാന്തിക്ക് അങ്ങനെ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. നിവേദ്യം പ്രത്യേകിച്ച് ഉപസ്തരിച്ചേ പാടുള്ളൂ. മലയാള ബ്രാഹ്മണനാണല്ലോ ഇവിടുത്തെ മേശാന്തി. അപ്പം അതിൻ്റെ നിബന്ധനയിൽപ്പെട്ട കാര്യം. അപ്പോൾ നെയ്പ്പായസാണെങ്കിലും ഉപസ്തരിച്ച് നേദ്യം കഴിക്കുക, അത് നിയമമാണ്. മൂലമന്ത്രം ജപിക്കുക. മൂലമന്ത്രം ചൊല്ലി ഹവിസ് അഗ്നിയിൽ ഹോമിക്കണം. ജപേത് അഷ്ടോത്തരശതം സ്തുവീതസ്തുതിഭി പ്രഭും കൃത്വാ പ്രദക്ഷിണം ഭൂമൗ പ്രണമേ ദണ്ഡവൻ മുദാ. അഷ്ടോത്തരം ജപിക്കുക. അതുപോലെ താമ്പൂലം ച നിവേദയൽ, താമ്പൂലം വെറ്റിലവാക്ക് നേദിക്കുക. പിന്നെ നിവേദ്യം, അത് പൂജ കഴിക്കണക്ക് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. കൂട്ടി രക്ഷിക്കുക. അത് കഴിഞ്ഞാൽ ദ്വേവരാൻ ഭോജയൽ വിപ്രാൻ പായസേന യഥോചിതം. 2 ബ്രാഹ്മണർക്ക് കാലഴിച്ചൂട്ട് നടന്നതാണ്. നിവേദ്യം കൂട്ടിരക്ഷിച്ച ശേഷമാണ്. ഗുരുവായൂരൊക്കെ ഉണ്ട്, ബ്രാഹ്മണർക്ക് കാലഴിച്ചൂട്ട് നിർബന്ധം. ബഹുമുഖം 2 പേരെങ്കിലും വേണമെന്ന് നിയമം. പ്രത്യേകിച്ച് പായസേന യഥോചിതം, പായസം കൂടി ചേർത്ത് കാലഴിച്ചൂട്ട് നടത്തുക. പിന്നെ ബ്രഹ്മചര്യം അധസ്വപ്നം സ്ഥാനം ത്രിശവണം ചരേൽ, നിലത്ത് കിടന്നുറങ്ങുക. 3 നേരവും സ്നാനം വേണം, കുളിക്കണം. വർജയിൽ അസദാലാപം ഭോഗാൻ ഉച്ചാവജാംസ്തത,
16-ാമത്തെ അധ്യായം 49-ാമത്തെ ശ്ലോകം. വർദ്ധയിൽ അസദാലാപം ഭോഗാൻ ഉച്ചാവജാംസ്തഥ അഹിംസ സർവഭൂതാനം വാസുദേവ പരായണം. അസത്തുക്കളായ സല്ലാപങ്ങൾ ഒഴിവാക്കുക, ഭോഗസുഖങ്ങളൊക്കെ ഒഴിവാക്കണം, ഒന്നിനെയും ഹിംസിക്കരുത്, ഭൂതജാലങ്ങളെ ഒന്നും ഹിംസിക്കാൻ പാടില്ല, എല്ലാം ഭഗവത് സ്വരൂപങ്ങളായിട്ട് കാണണം. ഇതൊക്കെയാണ് നിയമം, എല്ലാ വ്രതങ്ങൾക്കും ഉള്ള നിയമങ്ങളാണ്. അസത്തുക്കളായിട്ട് സല്ലാപങ്ങൾ വർദ്ധിക്കുക. ഇന്നിപ്പോൾ നമ്മുടെ കഥ എന്താ, ഏകാദശിയാണ്, ടി വിയും മൊബൈലിലുമാണ്. ഇപ്പോൾ സല്ലാപം കേമായില്ലേ, അതല്ല. അസത്തുക്കളായ സല്ലാപങ്ങൾ വർദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഭോഗസുഖങ്ങൾ വർദ്ധിക്കുക, അതാണ് ഉപവാസം വേണം എന്ന് പറഞ്ഞത്. എന്താ ഉപവസതി, സമീപത്തു വസിക്കുക, ഇന്ദ്രിയങ്ങളൊക്കെ ഭഗവത് പരമാക്കിക്കൊണ്ട് വർത്തിക്കുക. ആഹാരം കഴിക്കണമല്ല, നിരവധി ഇന്ദ്രിയങ്ങൾ ഭഗവത് പരമാക്കിക്കൊണ്ട് വർത്തിക്കുക. ഭഗവാന്റെ രൂപത്തെ ദർശിക്കുക, കണ്ണുകൊണ്ട് ചെവി കൊണ്ട് കഥ കേൾക്കുക, നാവ് കൊണ്ട് കീർത്തിക്കുക, മനസ്സുകൊണ്ട് സ്മരിക്കുക, ഇല്ലേ, പാദങ്ങളെ കൊണ്ട് പ്രതിഷ്ഠം വയ്ക്കുക. ഇതൊക്കെ വേണ്ടതാണ്. ആ നിലയിൽ ഒരു ജീവജാലങ്ങളെ ഒതുവിക്കാൻ വയ്യ. ത്രയോദശ്യാമധോ വിഷ്ണു സ്നപനം പഞ്ചകൈർ വിഭോ. ത്രയോദശിയുടെ അന്ന് പ്രത്യേകം പഞ്ചാഭിഷേകം ചെയ്യണമെന്നാണ്. പഞ്ചകൈ വിഭോ, 5 വസ്തുക്കളെ കൊണ്ട് വേണമെന്നാണ്. 1 നെയ്യ്, പനിനീരും കർപ്പൂരവും കലക്കിയിട്ട ജലം, പാല്, കരിക്ക്, പിന്നെ ജലം. അങ്ങനെ 5 കൂട്ടാണ്. അഷ്ടാഭിഷേകം ശബരിമലയിലുണ്ട്, ഒന്നും കൂടി ചേർന്നു ഭസ്മം കൂടിയുണ്ട് ശബരിമലയിൽ. ഇത് പഞ്ചാഭിഷേകമാണ്. അപ്പോൾ നെയ്യ്, പനിനീരും കർപ്പൂരവും കലക്കിയ വെള്ളം, പാല്, കരിക്ക്, ശുദ്ധജലം, 5 കൂട്ടം. പഞ്ചകൈ 5 കൂട്ടങ്ങളായിട്ട് അഭിഷേകം. പിശുക്കില്ലാണ്ട് പണം ദാനം ചെയ്യണം നാം. അതേപോലെ അന്നാദ്യേന അശ്വപാകാംശ്ച പ്രണയേ സൗഭാഗദാൻ, എല്ലാവർക്കും അന്നദാനം വേണം നാം. അന്നം അന്നാദ ഏവജ, സഹസ്രാമത്തിൻ്റെ 2 ഭഗവാന്റെ നാമങ്ങളാണ്. അപ്പം അന്നദാനം വളരെ പ്രധാനപ്പെടാണ്. എപ്രകാരം ഇവിടെ പറയണത്, അന്നാദ്യേന അശ്വപാകാംശ്ച, എല്ലാവർക്കും ഒരേപോലെ വേണമെന്നാണ്. പോരാ, ഭുക്തവത്സുജ സർവേഷു ധീനാന്തക്രമണേഷു ച വിഷ്ണോത്തൽ പ്രീണനം വിദ്വാൻ പുഞ്ചീത സഹബന്ധുഭി. രോഗികൾ, വികലാംഗർ, പണിയെടുത്ത് ജീവിക്കാൻ വയ്യാത്തവർ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളവർക്കൊക്കെ ആദ്യം കൊടുക്കണം എന്നാണ്. നമ്മളിപ്പോൾ തിരിച്ചാന്നേ ഉള്ളൂ, എല്ലാവർക്കും കൊടുത്ത് ബാക്കിയുണ്ടെങ്കിൽ കൊടുക്കാമെന്നാണ്. അങ്ങനെയല്ല, ആദ്യം അവർക്കാണ്. ഇതേ കാര്യം ഗോവിന്ദാഭിഷേകത്തിൻ്റെ അധ്യായത്തിലും പറയുന്നുണ്ട്. ഭഗവാൻ എടുത്തു പറയുന്നുണ്ട്, ആദ്യം അവർക്കാണ് എന്നാണ്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് എല്ലാവർക്കും ബന്ധുമിത്രാദികൾക്കൊക്കെ കൊടുത്ത ശേഷം അവരുടെ ഒപ്പം ആഹാരം കഴിക്കുക. ഇവിടെ പറഞ്ഞു കശ്യപ പ്രജാപതി, ഈ വ്രതം പിതാമഹേന ആഭിഹിതം മയാതേ സമുദാഹൃതം, ഇത് പണ്ടെനിക്ക് ഉപദേശിച്ചാരാ ബ്രഹ്മദേവനാണെന്ന് അർത്ഥം. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി അനുഷ്ഠിച്ചാൽ നിൻ്റെ മനോഗതങ്ങളൊക്കെ സാഫല്യാവും എന്ന് പറഞ്ഞ് പയോവ്രതങ്ങളെ കൊണ്ട് ഭഗവാനെ സേവിക്കാൻ ഉപദേശം കൊടുത്തു. അതിഥിദേവി കേമായിട്ട് പയോവ്രതങ്ങളെ കൊണ്ട് ശ്രദ്ധാഭക്തിയോടുകൂടി സേവിച്ചു. എൻ്റെ ഫലം പീതവാസാ ചതുർബാഹു ശംഖചക്രഗദാധര, 4 തൃക്കൈകളായിട്ട് പീതാംബരപ്പെട്ടോട് ദർശനം കൊടുത്തു ഭഗവാൻ. അമ്മയുടെ പൂജകളെ കൊണ്ടൊക്കെ എനിക്ക് വളരെ സന്തോഷമായി. അമ്മയ്ക്ക് അമ്മയുടെ കാര്യമൊക്കെ നേരെയാവണം എന്ന് മോഹമുണ്ട്, അതെനിക്കും അറിയാം. പക്ഷേ അതിൻ്റെ കൂടെ ഒരു പോരായ്മയുണ്ട് എന്നാണ്. നമുക്കൊക്കെ ഉള്ള പോരായ്മയാണ്. നമുക്കൊക്കെ നന്നാവണം, അത് തെറ്റില്ല വിചാരിക്കാം. പക്ഷെ മറ്റൊരാൾ നശിക്കണം, അതിൻ്റെ ആവശ്യമുണ്ടോ എന്നാണ് ചോദ്യം. അമ്മയുടെ ഉള്ളിലൊരു പോരായ്മ എന്താ, എൻ്റെ കുട്ടികൾ ഈ നിലയിൽ വരാൻ കാരണം മറ്റവളുടെ കുട്ടികൾ കാരണമല്ലേ, അതുകൊണ്ട് അവരിതേപോലെ നടക്കേണ്ട ഒരവസ്ഥ വരണം എന്ന് വിചാരിച്ച ആളുടെ കഥ എന്താ. അതുകൊണ്ട് ആ മനസ്സിലെ മാലിന്യം പോരായ്മകൾ ഇല്ലാണ്ടാക്കാൻ ഞാൻ തന്നെ വന്ന് ഉണ്ണിയായിട്ട് അങ്ങോട്ട് വന്നോളാം. പൃഷ്ടയാപി ഇവിടെ പറയുന്നുണ്ട്, കഥഞ്ജന, രഹസ്യമായിട്ട് വച്ചോളാം, പുറത്താരോടും പറയൊന്നും വേണ്ട എന്ന നിലയിൽ അനുഗ്രഹിച്ച് അവിടെ അന്തർധാനം ചെയ്തു ഭഗവാൻ.
ബ്രഹ്മാദേവന്മാർ മനസ്സാക്കിയിരിക്കുന്നു. വാമനമൂർത്തിയായിട്ട് ഭഗവാൻ പുറപ്പെടാൻ ഭാവിക്കുകയാണ്. വിചക്രമാണ് ത്രേത എന്ന് വേദത്തിൽ പറയണ്ടല്ലോ. ആ ഉരുക്രമനായിട്ട് 3 അടി മറ്റവൻ നിലയിൽ ഉരുക്രമനായിട്ട് ഭഗവാൻ പുറപ്പെടാന്ന് പറഞ്ഞ ബ്രഹ്മദേവൻ ജയോരുകായ ഭഗവൻ ഉരുക്രമ നമോസ്തുതേ നമോ ബ്രഹ്മണ്യദേവായ ത്രിഗുണായ നമോ നമഃ എന്ന് പറഞ്ഞ് ഗംഭീരമായിട്ട് സ്തുതി ബ്രഹ്മദേവൻ്റെ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഭാഗമായി നാം ചിങ്ങമാസത്തിൽ ദ്വാദശി എന്ന പുണ്യദിനത്തിൽ തിരുവോണ നക്ഷത്രമാണ്. അഭിജിത്ത് എന്ന മുഹൂർത്തം, അതേപോലെ വിജയ എന്ന യോഗത്തോടു കൂടിയിട്ട് അധികശ്വന്മാരുടെ മകനായിട്ട് ഭഗവാന്റെ അവതാരം. അഭിജിത്ത് മുഹൂർത്തത്തിന് വളരെ വിശേഷം ഉണ്ടെന്നാണ്. അപ്പോൾ അയോധ്യയിലെ പ്രതിഷ്ഠ അഭിജിത്ത് മുഹൂർത്തമായിരുന്നു. വിജയത്തിൻ്റെ പൂർണ്ണതയാണ്. വിജയാനാമ എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം വിജയ എന്ന യോഗത്തോടു കൂടിയിട്ടുള്ള മുഹൂർത്തം അത് അപൂർവമായിട്ടാണ് കിട്ടുക. അങ്ങനെയുള്ള ഘട്ടത്തിൽ 4 കൈകളായിട്ട് ഭഗവാന്റെ അവതാരം ഉണ്ടായതാണ്. കുട്ടിപ്പാടി സേവയൊക്കെ കഴിഞ്ഞപ്പോൾ 4 കൈകളൊക്കെ മാറ്റി ചെറിയൊരു ഉണ്ണിയായിട്ട് മാറുക. കൃഷ്ണാവതാരത്തിലും അങ്ങനെയാണ്. ചതുർഭുജാകാരമായിട്ട് ദർശനം, പിന്നെ പ്രാകൃത ശിശു സാധാരണ ഉണ്ണിയായിട്ട് മാറി. വാമനമൂർത്തി അതുപോലെ തന്നെയാണ്. 4 കൈകളായിട്ട് വേദവ്യാസ മഹർഷി ശ്രീമദ് ഭാഗവതത്തിൽ പ്രസ്താവിച്ച 2 അവതാരങ്ങളേ ഉള്ളൂ. ഒന്ന് ശ്രീകൃഷ്ണാവതാരവും പിന്നെ ഒന്ന് വാമനാവതാരവും. നരസിംഹമൂർത്തിയുടെ കൈകളുടെ കണക്ക് മറ്റും എടുത്തിട്ടില്ല, മത്സ്യത്തിനില്ല, മറ്റൊന്നിനുമില്ല. ചതുർഭുജാകാരമായിട്ടുള്ള 2 അവതാരങ്ങളാണ്. ഒന്ന് കൃഷ്ണാവതാരം, പിന്നെ ഒന്ന് വാമനാവതാരം. ഇവിടെയും 4 കൈകളായിട്ടായിരുന്നു അവതാരം. കൊട്ടിപ്പാടി സേവയൊക്കെ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് മാറി. അത്രേ ചെറിയൊരു ഉണ്ണി, ഉപനയനത്ത് പറ്റിയ ഉണ്ണിയായിട്ട് മാറി. കശ്യപ്രജാപതി കൊണ്ടുപോയിട്ട് ഉപനയനമൊക്കെ ഭംഗിയായിട്ട് ചെയ്തു. ഇവിടെ സൂര്യൻ പ്രത്യേകിച്ച് സവിതാവ് വന്ന് ഉപദേശം കൊടുത്തു. ബൃഹസ്പതിയുടെ ബ്രഹ്മസൂത്രം, കശ്യപ്രജാപതി മേഖല പുല്ല്, ഇങ്ങനെ ഓരോരുത്തരും വേണ്ടതൊക്കെ കൊടുത്ത് അവിടെ ഉപരിച്ചുണ്ണിയായിട്ട് ശോഭിക്കുകയായിരുന്നു ഭഗവാൻ. തോലം മേഖലയം പിരിച്ച മുടിയം മാറത്വ പൂണുന്ന പൂണൂലും തോലുമിടക്കണഞ്ഞ വടുവേത്താൻ ആദ്യമായി കാണുകയും. അങ്ങനെ ഉപരിച്ചുണ്ണിയായിട്ട് ശോഭിക്കുമ്പോഴാണ് ഈ ഉപനയന സംസ്കാരത്തിൽ പങ്കെടുത്ത മഹർഷിമാർ തിരക്ക് കൂട്ടിയതാണ്. ഞങ്ങൾ പുറപ്പെടുകയാണ്. മഹാബലിയുടെ 100ാമത്തെ യാഗം നടക്കുകയാണ്. ഭൃഗുകച്ഛം എന്നു പേരായ സ്ഥലത്ത് ഇതാണ്. ഒരു പുരാണത്തിൽ, കൂർമ്മപുരാണത്തിൽ പറയണത്, ഭൃഗു മഹർഷി കൂർമ്മമൂർത്തിയെ പ്രീതിപ്പെടുത്തിയ പ്രത്യക്ഷപ്പെടുത്തിയിട്ടുള്ള സ്ഥലം ഭൃഗുകച്ഛം, അങ്ങനെ പേര് വന്നൂതാണ്. ആ ഭൃഗുകച്ഛം എന്ന് വെച്ചാൽ ഇന്ന് കേരളത്തിലല്ല, വ്യക്തമാണ്, ഗുജറാത്തിലാണ്. ആ ഭൃഗുകച്ഛം എന്ന സ്ഥലത്ത് നർമ്മദാ നദിയുടെ തീരത്ത് മഹാബലിയുടെ 100ാമത്തെ യാഗം നടക്കുകയാണ്. അതിൽ പങ്കെടുക്കാൻ വേണ്ടി പുറപ്പെടാണ് എന്ന് പറഞ്ഞ് മഹർഷിമാരിറങ്ങിയപ്പോൾ യാഗശാലയിലേക്ക് അല്ലേ എന്നാൽ ഞാനും പുറപ്പെടട്ടെ എന്ന നിലയ്ക്ക് ഒപ്പം ഉപനിച്ചുണ്ണി ഇറങ്ങിയതാണ്. അവിടെ വേദവ്യാസൻ പ്രത്യേകം പറയുന്നുണ്ട്, ഇറങ്ങിയപ്പോൾ ഒരു പ്രത്യേകത. ഛത്രം സദണ്ഡം സജലം കമണ്ഡലും വിവേശ വിപ്രൽ ഹയമേധവാടം. ഓലക്കുട എടുത്ത് ഇറങ്ങിയതാണ്. അവതാരത്തിൽ ഓലക്കുട പറഞ്ഞില്ല, എന്നാൽ ഇവിടെ പറയുകയും ചെയ്തു. യാഗശാലയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഓലക്കുടയായിട്ട് പുറപ്പെട്ടുതാണ്. എന്നുവെച്ചാൽ ബ്രഹ്മചാരികൾക്ക് അങ്ങനെയാണല്ലോ, ഇല്ലം വിട്ട് ഇറങ്ങിയാൽ ഓലക്കുടയായിട്ട് വേണമെന്ന് നിയമമാണ്. അപ്പം ഇന്നിപ്പോൾ നമ്മൾ ഓലക്കുടയായിട്ട് മാവേലിയും കൊണ്ട് കിടക്കുന്നുണ്ട്. അങ്ങനെയല്ല, വാമനമൂർത്തിക്കാണ് ഓലക്കുട, ബ്രഹ്മചാരിക്കാണെന്ന് അർത്ഥം. അതാണ് ഛത്രം സദണ്ഡം സജലം കമണ്ഡലും വിവേശ ആണ്. കമണ്ഡലുമായിട്ട് ഇപ്പം അമ്പലങ്ങളിൽ ദശാവതാരം ഉൾക്കാപ്പുചാത്ത സമ്പ്രദായം കാണാനുണ്ട്. വിഷ്ണു ക്ഷേത്രങ്ങളിൽ അവിടെ വാമന മൂർത്തിയുടെ അവതാരം ചാർത്തുമ്പോൾ ഓലക്കുട പോരാ, കമണ്ഡലവും വേണം, അപ്പോഴേ പൂർണ്ണമാവുള്ളൂ. അതാണ് ആ 2ഉം ബ്രഹ്മചാരിയുടെ മുദ്രകളാണ്, ചിഹ്നങ്ങളാണ്. അങ്ങനെ കമണ്ഡലും അതേപോലെ ഓലക്കുടയായിട്ട് ആ വാമനമൂർത്തിയുടെ വരവ് ദൂരെ നിന്ന് കണ്ടു മഹാബലി എന്നാണ്. സൂര്യഭഗവാൻ നേരിട്ട് ഇറങ്ങി വരണ പോലെ അങ്ങോട്ട് തോന്നിച്ച് ചെന്ന് സ്വീകരിച്ചു കൊണ്ടുവന്ന് ആ കാല് കഴിച്ച തീർത്ഥം മേലാസകലം
വാരിക്കോരി അങ്ങോട്ട് ഒഴിച്ചു എന്നാണ്. പുണ്യശാലി മേൽപ്പത്തൂര് പറയാ, തീർത്ഥതീർത്ഥം പുണ്യശാലി. എന്താത്? ആർക്കത് സാധിച്ചേക്കണത് എന്നാണ്. ഒരു അസുരൻ്റെ യോഗ്യതയാണെന്ന് ആലോചിച്ച് നോക്കുക. ഇതാണ് എന്താ അത്? മഹാദേവൻ പോലും ബ്രഹ്മാവ് കഴുകിച്ച തീർത്ഥം ശിരസ്സുകൊണ്ട് ധരിക്കുക, അതേ ഉണ്ടായിട്ടുള്ളൂ. ഊതാം ദേവദേവോ ഗൃശശ്ചന്ദ്രമൗലി ദധാരമുത്ഥന പരയാജ ഭക്തിയാം എന്ന് കഴുകിച്ചത് ബ്രഹ്മദേവനാണ്. അതാണ് ഗംഗാധരൻ പ്രത്യേകിച്ച് ധരിച്ചു, അങ്ങനെ ഗംഗാധരനായിട്ട് മാറിയത്. അന്ന് കഴുകിക്കാനുള്ള ഭാഗ്യമൊന്നും കിട്ടിയിട്ടില്ല മഹാദേവന്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, കഴുകിക്കാനും അതേ കൈകൊണ്ട തീർത്ഥം ശിരസിൽ അണിയാനുള്ള ഭാഗ്യം ആർക്കാന്ന് ചോദിച്ചാൽ മഹാബലി. ഇപ്പം തന്നെ ബലി മഹാബലിയായി കഴിഞ്ഞു എന്നർത്ഥം. സ്വീകരിച്ചിരുത്തി. എന്താ ഉണ്ണി പ്രത്യേകിച്ച് വേണ്ടത്? നടന്ന് ക്ഷീണിച്ചു വന്നല്ലേ, ക്ഷീണം തീർക്കാൻ പാകുന്ന പാനീയങ്ങളാണോ? അതോ നീ കന്യ കല്യാണം കഴിക്കാൻ പെൺകുട്ടിയാണോ വേണ്ടത്? തേരാണോ, രഥങ്ങളാണോ, കുതിരകളാണോ? എന്തും ചോദിക്കാം, എന്തും തരാൻ തയ്യാറാണ്. സമ്പ്രദേശമേ, എന്തും ചോദിക്കാം, മടിക്കൊന്നും വേണ്ട എന്ന് മഹാബലി അങ്ങനെ പറയുമ്പോൾ വാമനമൂർത്തി ശ്രദ്ധിച്ചൂതാം. കാരണം ഭഗവാന്റെ വരവ് എന്തിനു വേണ്ടിയിട്ടാണ്? യസ്യാഹം അനുഗൃഹാമി ഹരിഷ്യേ തദ്ധനം ശനൈഹി. ഇതാണ് മേൽപ്പത്തൂര് പറഞ്ഞത്. ഗുരുവായൂരപ്പൻ അത്ര എളുപ്പമൊന്നും അനുഗ്രഹിക്കണ കൂട്ടത്തിലല്ല. വിജക്തരൂപ ഖലുതേ അനുഗ്രഹ. എന്താ അത്? പരിശോധിച്ച് പാകപ്പെടുത്തിയിട്ട് കൈവയ്ക്കുക, അല്ലാതെ കണ്ട് എടുത്തിയാടി കൈവയ്ക്കുക, അത് പതിവില്ല എന്നർത്ഥം. അപ്പോൾ ഇവിടെ വരവിൻ്റെ ലക്ഷ്യം എന്താ? പോരായ്മകളെ കളഞ്ഞ് നേരത്തെ പറഞ്ഞില്ലേ, ഗാഠോപശാന്തി, ഉപശമം വരുത്തി. ഇനിയൊരു വൈകല്യം മഹാബലിക്ക് വരരുത്. കാരണം പ്രഹ്ലാദൻ്റെ വംശത്തിൽ പിറന്ന ആളല്ലേ. ഇതാണ് ആ കുടുംബത്തിലോട്ടൊരു മമത ഗുരുവായൂരപ്പന് കുറച്ച് കൂടുതലുണ്ട് എന്നർത്ഥം. അതുകൊണ്ട് ഇനിയൊരു വൈകല്യം വരാൻ വയ്യ, പോരായ്മകളെ അങ്ങനെ തീർക്കണം. അതാണ് പ്രത്യേകിച്ച് പുകഴ്ത്തി 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 പറഞ്ഞ് അവസാനമാണ് പറഞ്ഞത്, എനിക്ക് അധികമൊന്നും വേണ്ട, എവിടെയെങ്കിലും ഇരുന്ന് ഈശ്വരനെ സേവിക്കുക. ബ്രഹ്മചാരികൾക്ക് ഇപ്പോൾ അതല്ലേ ആവശ്യമുള്ളൂ. അതുകൊണ്ട് പുകഴ്ത്തി പറഞ്ഞു, കുടുംബമാഹാത്മ്യമൊക്കെ പറഞ്ഞ് പുകഴ്ത്തി പറഞ്ഞു. എന്താ അത്? അഹങ്കാരം ഉണ്ടെങ്കിൽ പുറത്തേക്ക് ഇങ്ങോട്ട് വരണം. അതിന് വേണ്ടിയിട്ടാണ്. ഇതാണ് ഗുരുവായൂരപ്പൻ്റെ സങ്കല്പം എന്താ എന്ന് നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റണില്ല എന്നർത്ഥം. അവിടെ 3 അടി മണ്ണ് മാത്രം മതി എന്നാണ് കേട്ടപ്പോൾ മഹാബലി പറയാത്രേ, കഷ്ടം എൻ്റെ ഉണ്ണിയും, സ്വന്തം കാര്യം നോക്കാനുള്ള കേമത്തൊന്നും ഉണ്ണിക്കില്ല. ഒരാൾ തരാമെന്ന് പറയുമ്പോൾ വേണ്ടതൊക്കെ ചോദിച്ച് മേടിക്കാതെ കണ്ട് ഇത് മതി എന്നാരെങ്കിലും അങ്ങനെ പറയാറുണ്ടോ? അതുകൊണ്ട് ഇന്നിപ്പോൾ ഞാൻ ആരാണ് എന്ന നിലയിൽ അങ്ങോട്ട് പരിചയപ്പെടുത്തുക. മാ വജോബി സമാരാജ്ഞ ലോകാനാം ഏകമീശ്വരം പദത്രയം വ്രണീതേയോ ബുദ്ധിമാൻ ദീപദാശുഷം. ലോകാനാം ഏകമീശ്വരം മാം. ഇന്ന് ലോകത്തിൻ്റെ ഈശ്വരൻ ഞാനല്ലേ. അതുകൊണ്ട് ഇപ്പം അങ്ങ് മാറ്റി ചോദിച്ചാലും തരാൻ ഒരു പോരായ്മ എനിക്കില്ല, അതുകൊണ്ട് മാറ്റി ചോദിക്കണം എന്ന് പറഞ്ഞ് മഹാബലി വാമനമൂർത്തി അങ്ങോട്ട് നിർബന്ധിക്കാൻ തുടങ്ങിയതാണ്. നമ്മൾ നരസിംഹാവതാരം കേട്ടപ്പോൾ ഓളെ പറയാനുണ്ടല്ലോ, നരസിംഹമൂർത്തി ലക്ഷ്മി സമേതനായിട്ട് പ്രഹ്ലാദൻ്റെ മുമ്പിൽ എന്തെങ്കിലും വരം ചോദിക്കൂ വരം ചോദിക്കൂ വരം ചോദിക്കൂ എന്ന് പറഞ്ഞ് സർവ്വ അടവും എടുത്തു. അവസാനം പ്രഹ്ലാദൻ പറഞ്ഞു, ഏവം പ്രലോഭ്യമാനോപി വരൈ ലോകപ്രലോഭനൈ. എല്ലാ തരത്തിലും പ്രലോഭനങ്ങൾ ഭഗവാൻ നടത്തിയിട്ട് അവിടെ എന്താ പറഞ്ഞത്? വരം ചോദിക്കാനുള്ള തോന്നൽ കൂടിയിട്ട് എനിക്ക് ഉണ്ടാവരുത്. ഇതാണ് പ്രഹ്ലാദൻ പറഞ്ഞത്. അങ്ങനെയുള്ള പ്രഹ്ലാദൻ്റെ പരമ്പരയിൽ വന്ന മഹാബലി പ്രത്യേകിച്ച് ഇപ്പം ഗുരുവായൂരപ്പനോട് ഭഗവാനോട് പ്രലോഭനായിട്ട് മാറ്റി ചോദിക്കൂ എന്ന് പറയണമെങ്കിൽ അപ്പം അഹന്ത എത്രമാത്രമായി എന്ന് ആലോചിച്ച് നോക്കുക. അത് ഉൾക്കൊണ്ടു. ലോകത്തിൻ്റെ ഈശ്വരൻ ഞാനാണെന്ന് എനിക്ക് എൻ്റെ മുമ്പിൽ വന്ന് കൈനീട്ടിട്ട് പിന്നെ വേറെ ആളുടെ മുമ്പിൽ കൈനീട്ടാച്ചാൽ അത് മോശം എനിക്കല്ലേ. മാറ്റി ചോദിച്ചുള്ളൂ, എന്തും തരാൻ തയ്യാറാണ്. കേട്ടപ്പോൾ ചിരിച്ചു എന്നാണ്. എന്താ അത്? അഹങ്കാരം നല്ലോണമായി. അതാണ് അഹങ്കാരത്തെ പൂർണ്ണമാക്കി ഇല്ലാണ്ടാക്കിയിട്ട് അനുഗ്രഹിക്കുക. അതാണ് സ്വഭാവം. ആയുർവേദ ദൃഗ്വിദ്യാഭാക്കാണല്ലോ ഭഗവാൻ. ആയുർവേദക്കാരങ്ങനെയാണ്. ചികിത്സിക്കുമ്പോൾ എന്തെങ്കിലും വ്രണമൊക്കെ ആയിട്ട് ചെന്നാൽ മരുന്ന് കൊടുക്കും. നെയ്യ് ആ വ്രണത്തിൻ്റെ മുകളിൽ നല്ലോണം ഇങ്ങനെ പുരട്ടുക, 2 നേരവും പുരട്ടുക. അപ്പം എന്താ ഉണ്ടാവുക?
നല്ലോണം വലുതായി കിട്ടുന്നു, ബലൂൺ പോലെ വീർത്ത് കിട്ടുന്നു. എൻ്റെ ദൈവമേ, ഈ കുട്ടപ്പൻ വൈദ്യം മോശമല്ലാട്ടത്, ഇതിങ്ങനെ വലുതാക്കാനാണ് ഞാൻ അങ്ങോട്ട് പുറപ്പെട്ടത്. ചലം പൊട്ടി അങ്ങോട്ട് പൂർണ്ണമായിട്ട് പുറത്തു പോയാൽ പിന്നെ കരിഞ്ഞു വാടിക്കോളൂ, പിന്നെ ഉണ്ടാവില്ല, സംശയം വേണ്ട. നമുക്ക് ക്ഷമയില്ല, നമ്മളപ്പം കൊണ്ട് ഇഞ്ചക്ഷൻ എടുക്കും, അടുത്ത ഡേറ്റിൽ അതേപോലെ കുരുവായി. അതാണ് താൽക്കാലിക അല്ല, ആത്യന്തികമാണ് ആവശ്യം എന്നർത്ഥം. യസ്യാഹം അനുഗൃഹാമി ഹരിഷ്യേ തദ്ധനം ശനൈഹി, സംശയമൊന്നുമില്ല. അതുകൊണ്ട് ആത്യന്തികമാവണം, സംശയമില്ല. അതുകൊണ്ടാണ് അങ്ങ് എന്തൊക്കെ പ്രലോഭനങ്ങളിൽ പെടുത്തിയാലും ഞാൻ വാക്കുമായിട്ടില്ല, എനിക്ക് 3 അടി മണ്ണ് തന്നെ മതി, ഇതൊക്കെ സന്ദേശമാണ്. മറ്റുള്ളവരുടെ പ്രലോഭനങ്ങളുടെ മുമ്പിൽ നമ്മൾ നമ്മുടെ ധർമ്മത്തെ വിസ്മരിക്കരുത്. ഇതാണ് ധർമ്മം. സാപേക്ഷികമാവണോ അതേപോലെ പ്രത്യേകിച്ച് നിരപേക്ഷമാവണോ? ഇതാണ് ചോദ്യം. ഭഗവത്ഗീതയിലൊരു മറുപടി ഉണ്ടല്ലോ ഭഗവാന്റെ. മറ്റൊരാൾ എത്രയൊക്കെ നിർബന്ധങ്ങളിൽ പെടുത്തിയാലും നമ്മൾ നമ്മുടെ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കണം. അവിടെ പതറാണ്ട് നിന്നാലാണ് ഭഗവാൻ കൂടെ ഉണ്ടാവുക. നമ്മളങ്ങനെയല്ല, അപ്പോൾ നമ്മൾ പതറുക, അങ്ങനെയല്ല. അതാണ് ധർമ്മം. എപ്പോഴും നിരപേക്ഷമാവണം, സംശയമില്ല. മറ്റൊരാളെ എന്തൊക്കെ നിലയിൽ പ്രലോഭനങ്ങളിൽ പെടുത്തിയാലും അവനവൻ്റെ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കൂ, എന്നാൽ ഗുരുവായൂരപ്പൻ കൂടെ ഉണ്ടാവും, സംശയമൊന്നുമില്ല. അതിൻ്റെ തെളിവാണ് എന്നർത്ഥം ഈ കഥ. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, എന്താ അങ്ങ് എത്രയൊക്കെ പ്രലോഭനങ്ങൾ പെടുത്തിയാലും ഞാൻ ബ്രഹ്മചാരിയാണ്, കിട്ടിയതുകൊണ്ട് സുഖിക്കുക, കൂടുതൽ നേടലല്ല ആവശ്യം എന്നർത്ഥം. ഇതാണ് ഒരു ബ്രഹ്മചാരിയുടെ തേജസ് വർദ്ധിക്കണമെങ്കിൽ എതിർച്ചാലാവ സന്തുഷ്ടി വേണം. അതാണ് എന്തു കിട്ടുന്നു അതുകൊണ്ട് സന്തോഷിക്കാറാവണം എന്നർത്ഥം. അല്ലാണ്ട് കൂടുതലായിട്ടുണ്ടായ സുഖം കിട്ടുമെന്ന് വിചാരിക്കുകയേ വേണ്ട. എതിർച്ചാലാവ സന്തുഷ്ടിയാണ് ആവശ്യം. അതുകൊണ്ട് അങ്ങ് എന്തൊക്കെയാണെങ്കിലും ഞാൻ വാക്ക് മാറ്റില്ല, ഉറച്ച നിലപാടാണ് അറിയിച്ചത് എന്നർത്ഥം. അവിടെ ഇനിയിപ്പോൾ ദാനം ചെയ്യാണ്ടിരിക്കുന്ന ഒത്തിരിയൊന്നുമില്ല. പുറപ്പെടുമ്പോഴാണ് ശുക്രാചാര്യ തടുത്തു. ഈ വന്നതാരാ മനസ്സിലായോ? എന്നാണ് സാക്ഷാൽ മഹാവിഷ്ണുവാണ് വന്നിരിക്കുന്നത്. നിനക്ക് കൊടുക്കുന്നതിന് പരിധിയുണ്ട്, വന്നാക്ക് പരിധിയില്ല. അതാണ് വ്യത്യാസം. ഓം വിശ്വം വിഷ്ണു, ഇതല്ലേ വ്യാപനസേനായിട്ടൊരാളുടെ മുമ്പിലേ നിനക്ക് കൊടുക്കണതിന് പരിധിയുണ്ട്, വന്നാക്ക് എന്തെങ്കിലും തരത്തിൽ പരിധിയുണ്ടോ? ഒരിക്കലും ഇല്ല. അതുകൊണ്ട് കൊടുത്ത് പൂർത്തീകരിക്കാമെന്ന് വിചാരിച്ചാൽ അത് മണ്ടത്തരാണ്. അതുകൊണ്ട് മൂഢ വർത്തിഷ്യസേ കഥം, മണ്ടത്തരാണ്. സാക്ഷാ മഹാവിഷ്ണു 2 അടി കൊണ്ടല്ല അപഹരിച്ചെടുത്ത് 3-ാമത്തെ അടിക്ക് സ്ഥലമില്ലാണ്ട് വന്നാൽ നിനക്ക് സ്ഥാനഭ്രംശമാണ് വരാൻ പോകുന്നത്. എല്ലാം വാരിക്കൊടുത്തോളം എന്നല്ല നിയമം. ഇവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, 5 തരത്തിൽ ആയിട്ട് നേടിയത് വിനിയോഗിക്കണം എന്നാണ്. അല്ലാതെ കണ്ട് എല്ലാം വാരിക്കൊടുക്കുക അതല്ല ആവശ്യം. ഇതാണ് ധർമായ യശസേ അർത്ഥായ കാമായ സ്വജനായ ജ പഞ്ചദാ വിഭജൽ വിത്തം ഇഹാമുത്തജമോദതേ. ഇതാണ് നിയമം. ധർമ്മശാസ്ത്രം നീതിസാരത്തിൽ പറയണമെന്നാണ്. നമ്മൾ നേടിയതിനെ 5ആയിട്ട് ഭാഗിച്ച് ചെലവാക്കണം എന്നാണ്. അല്ലാതെ കണ്ട് എല്ലാം വാരിക്കൊടുത്ത് അങ്ങനെയല്ല. അതിലാദ്യത്തെ പറഞ്ഞത് ധർമായ യശസേ അർത്ഥായ കാമായ സ്വജനായ ച പഞ്ചദാം. ആദ്യം വേണ്ടത് എന്താ? നല്ല കാര്യങ്ങൾക്ക് വിനിയോഗിക്കണം. ധർമായ. ഇന്നിപ്പോൾ നമ്മളങ്ങനെയല്ല, എല്ലാം കഴിഞ്ഞ് ബാക്കിയുണ്ടെങ്കിൽ കിടക്കട്ടെ ഭണ്ണാരത്തിലേക്ക് എന്നാണ്. അങ്ങനെ വേസ്റ്റ് കൊണ്ടിടാനുള്ള സ്ഥലമാണോ ഭണ്ണാരം? അല്ലല്ലോ. നേരെ മറിച്ച് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ആദ്യം ചെലവാക്കണം എന്നാണ്. ആദ്യത്തെ ഒന്ന് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നാണ്. ഇതാണ് സ്വയമല്ല മറ്റോട് കൊടുത്ത് അവരെ കൂടി ആനന്ദിപ്പിക്കലാണ് മനുഷ്യൻ്റെ ധർമ്മം. ഇതാണല്ലോ, മറ്റുള്ളവരെ കൂടി ഉദ്ധരിക്കാനുള്ള കടപ്പാട് മനുഷ്യനുണ്ട്. ഇന്നിപ്പോൾ കലിയുഗത്തിലൊക്കെ സ്വാർത്ഥന്മാരാണ്. അവിടെ ഒരിക്കലും ശാന്തി ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല. ബോർഡിൽ പ്രശാന്തി നിലയെന്ന് ബോർഡ് എഴുതി വയ്ക്കാന്നേ ഉള്ളൂ, ശാന്തി ഉണ്ടാവില്ല. സ്വാർത്ഥതയല്ല, നിസ്വാർത്ഥതയാണ് ആവശ്യം എന്നർത്ഥം. അപ്പം അതുകൊണ്ട് ഇതാണ് ആ നിലയിൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുക. ധർമായ യശസ്സേ, സ്വന്തം യശസ്സിനായിട്ട് 20% ആവാം. പിന്നെ അർത്ഥായ കാമായ ഡിപ്പോസിറ്റായിട്ട് കൊണ്ടിടാം, 20% വിരോധമൊന്നുമില്ല. സ്വന്തം ജീവിതത്തെ ആനന്ദിക്കാൻ വേണ്ടിയിട്ട് 20% വിനിയോഗിക്കാം. സ്വജനായ ച ബന്ധുമിത്രാദികൾക്ക് 20% എന്നാണ്.
നമുക്ക് വിഷമം അവിടെയാണ്. ആർക്ക് കൊടുത്താലും അത് വലിയൊരു വിഷമമാണ്. അങ്ങനെയല്ല, സ്വജനായ അതും ധർമ്മമാണ് എന്നർത്ഥം. അങ്ങനെ 5 തരത്തിൽ വീതിച്ച് ചിലവാക്കണം എന്നല്ലാണ്ട് എല്ലാം ആരിക്കൊടുത്ത് അവനോട് നാശം വരുത്തുന്ന ഒന്നിനെ നദാനം, അത് ദാനം എന്നാരും പറയാറില്ല. ഇനി ആപദ്ധർമ്മമായിട്ട് ഒന്നും കൂടി പറയുന്നുണ്ട് ശുക്രമഹർഷി. ചില ആപഘട്ടങ്ങളിൽ മാറ്റി പറയാൻ വിരോധമൊന്നുമില്ല. ആപദ്ധർമ്മം എന്നുവെച്ചാൽ ഒരിക്കലാകാം, പിന്നെ ആവർത്തിക്കരുത് എന്നും കൂടി അർത്ഥം. ഇപ്പോൾ വേദത്തിലൊക്കെ പറയുന്നുണ്ടല്ലോ, സ്ത്രീധർമ്മങ്ങൾ, മോക്ഷധർമ്മങ്ങൾ, കൂടുതൽ ആപദ്ധർമ്മങ്ങൾ, ആവർത്തിക്കപ്പെടാൻ പാടില്ലാത്ത, ഒരിക്കലാവാൻ പിന്നെ പാടില്ല ആപദ്ധർമ്മം. അതാണ് ഇവിടെ സ്ത്രീഷു നർമ്മ വിവാഹേജ വ്യത്യർത്ഥേ പ്രാണസങ്കടേ ഗോബ്രാഹ്മണാർത്ഥേ ഹിംസായ ജുഗുപ്സിതം. നർമ്മമായിട്ട് വേണമെങ്കിൽ സ്ത്രീകളോട് വാക്കുമാറ്റി പറയാം. ഒരാളുടെ ജീവന് വിലയില്ലേ, അത് നിലനിർത്താൻ വേണ്ടി ചിലപ്പോൾ വാക്കുമാറ്റി പറയേണ്ടി വന്നു എന്ന് വരാം. ഇതൊക്കെ ആപദ്ധർമ്മമാണ്, അല്ലാണ്ട് നുണ പറയണം എന്ന് പ്രേരിപ്പിക്കുകയല്ല. ഈ ആപദ്ധർമ്മം എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ്. ഇപ്പം എല്ലാ ദിവസവും വാസ്തവത്തിൽ 1008 ഗായത്രി ജപിക്കുകയാണ് വേണ്ടത്. പറ്റിയില്ലെങ്കിൽ 10എങ്കിലും, അത് ആപദ്ധർമ്മമാണ്. ഇപ്പം തിരിച്ചാ 10 പാടുള്ളൂ എന്നാണ്. അങ്ങനെയല്ല, അത് ആപദ്ധർമ്മമാണ്. മറ്റു പല കാര്യങ്ങളും പ്രത്യേകിച്ച് വേണം, അത് മുടങ്ങരുത്. അതുകൊണ്ട് ഇതിൻ്റെ എണ്ണം കുറയ്ക്കാം, അത് ആപദ്ധർമ്മമാണ്. പിന്നീട് ആവർത്തിക്കരുത്. ഒരു പ്രാവശ്യം ചെയ്തു എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ആവർത്തിക്കരുത് നിയമം. അപ്പോൾ ഇവിടെ ആപദ്ധർമ്മമായിട്ടാണ്. അല്ലാണ്ട് ഒരു ദിവസം വാക്ക് മാറ്റി പറഞ്ഞു ഭാര്യയോട്, എല്ലാ ദിവസവും അങ്ങനെ നുണ പറഞ്ഞുകൊണ്ടിരിക്കണം, അങ്ങനെയല്ല. നേരെ മറിച്ചാണ്, നർമ്മമായിട്ട് എന്നാണ്. അപ്പോൾ അസത്യം പറയാൻ പ്രേരിപ്പിക്കല്ല ശുക്രമഹർഷി. ഇത്രയൊക്കെ ആയിട്ടും മഹാബലിക്ക് മാറ്റം വന്നില്ല. മഹാബലിയുടെ മഹത്വത്തിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ്, അത് ആപദ്ധർമ്മമായിട്ടാണെന്ന് അർത്ഥം. ഇപ്പോൾ സ്വർണ്ണക്കടയിൽ നമ്മൾ സ്വർണം കൊണ്ട് കൊടുത്താൽ അതിങ്ങനെ ഉരച്ച് നോക്കണില്ലേ, ക്യാരറ്റ് അറിഞ്ഞു വേണ്ട വിലയിടാൻ. അതുപോലെ ഇങ്ങനെ ഗുരുനാഥൻ പറഞ്ഞിട്ടും സത്യാത്മചലിതോ മഹാൻ എന്നാണ്. സത്യത്തിൽ ഉറച്ചു നിന്ന മഹാബലിയുടെ കേമത്വത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ശുക്രാചാര്യൻ നുണ പറയാൻ പ്രേരിപ്പിച്ചു അങ്ങനെ പറഞ്ഞിട്ടില്ല. ഭാഗവതത്തിൽ ആദ്യം പറഞ്ഞില്ലേ, സത്യം പരം ധീമഹി എന്ന് തുടങ്ങിയ ശ്രീമദ് ഭാഗവതത്തിൽ നുണ പറയാൻ പ്രേരിപ്പിക്കണ കഥ പറയില്ല, സംശയം വേണ്ട. നേരെ മറിച്ചാണ്. അപ്പോൾ ഇവിടെ മഹാബലിയുടെ കേമത്വത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് ശുക്രാചാര്യയുടെ പരിശോധന ഉണ്ടായതാണ്. ഇതൊക്കെ കേട്ട് നിന്നു എന്നാണ് മഹാബലി. പെട്ടെന്നൊന്നും പ്രതികരിച്ചില്ല. ഇവിടെ പറയണു ശ്രീശുക പരമർഷി, തൂഷ്ണീം ഭൂത്വാ ക്ഷണം രാജൻ ഉവാചാവഹിതോ ഗുരും. ഒരു മിനിറ്റ് ഒന്ന് സ്മരിച്ചു, പ്രത്യേകിച്ച് ഒരു സ്മരണയിലാണ്ടൂതാണ്. എന്താ അത്, പൂർവികരെക്കുറിച്ച് ഓർക്കാണ്ടിരിക്കാൻ നിർത്തില്ല മഹാബലിക്ക്. തൻ്റെ മുത്തശ്ശൻ പ്രഹ്ലാദൻ എന്തെല്ലാം തരത്തിലുള്ള തിക്താനുഭവങ്ങൾ വന്നിട്ടും മാറാത്ത ആളാണല്ലേ. അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ ഞാൻ ഇന്ന് വാക്ക് മാറ്റി പറഞ്ഞ് ആ കുടുംബക്കാർക്കൊരു കളങ്കം വരുത്താം, അതൊരിക്കലും നിർത്തിയില്ല എന്നർത്ഥം. അപ്പോൾ സ്മരണ മുഴുവൻ പൂർവികരെ കുറിച്ചായിരുന്നു എന്നർത്ഥം അല്ലേ. പ്രഹ്ലാദൻ്റെ സത്യനിഷ്ഠ, വിരോചനൻ്റെ ദാനശീലം, ഇതൊക്കെ മഹാബലിക്ക് ഓർക്കാണ്ടിരിക്കാൻ നിർത്തിയില്ല എന്നർത്ഥം. എന്നിട്ടാ മറുപടി പറഞ്ഞു, അങ്ങ് ഈ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷേ ഈ വന്നിരിക്കുന്നത് മഹാവിഷ്ണു ആണ് എങ്കിൽ കൊടുക്ക തന്നെ വേണം. കാരണം ഇതൊക്കെ ഭഗവാൻ നിശ്ചയിച്ച് ഇങ്ങോട്ട് തന്നതാണ്. ഇതൊക്കെ തിരിച്ച് അങ്ങോട്ട് എടുക്കണമെന്ന് വിചാരിച്ചാൽ പുറപ്പെട്ടതെങ്കിൽ ആ ഭഗവാന്റെ ഇച്ഛ തന്നെയാണ് നടപ്പാവുക, അല്ലാണ്ട് മറ്റൊന്നല്ല. അങ്ങനെയാണെങ്കിൽ അറിഞ്ഞു കൊടുക്കുക തന്നെയല്ലേ ഗുരുനാഥ വേണ്ടത്. ഒരു സംശയം ലവലേശം മഹാബലിക്ക് ഉണ്ടായിട്ടില്ല. പോരാ, അവിടെ പറയുന്നുണ്ട്, ഭൂമിയാകുന്ന അമ്മയ്ക്ക് സഹിക്കാൻ പറ്റാത്ത ഒന്നേ ഉള്ളൂന്നാണ്, അസത്യം പറയണ മക്കളെ അമ്മയ്ക്ക് ആവശ്യമില്ല. അങ്ങനെ ഒരു കളങ്കം ഭൂമിയാകുന്ന അമ്മയ്ക്ക് വരുത്താൻ ഒരിക്കലും ഇല്ല. കൊണ്ട് ഞാൻ പറഞ്ഞ വാക്കിൽ മാറ്റമില്ല നിലയ്ക്ക് ഉറച്ച നിലപാട്. ഇതാണ് സത്യം നദലിതോ മഹാൻ. ആ ഘട്ടത്തിലാണ് വിന്ധ്യാവലി തദാഗത്യ. ഇതൊക്കെ അകത്തുള്ള ആൾ വിന്ധ്യാവലി കേട്ടോണ്ട് നിൽക്കുകയാണ്. അകത്തുനിന്നേ ഓടി വന്ന് ഭഗവാന്റെ ശ്രീപാദം ഭംഗിയാട്ടങ്ങടെ കഴിച്ച് രണ്ടുപേരും ചേർന്ന് ഒരു സമർപ്പണം ഉണ്ടായി. ഇതാണ് അർപ്പയൽ തോയപൂർവം എന്ന് നാരായണത്തിൽ ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട്. രണ്ടുപേരും കൂടി ചേർന്ന് കൊടുത്തു എന്നാണ്. എന്നുവെച്ചാൽ മനസ്സാകണ ഭർത്താവ്, ബുദ്ധിയാകുന്ന ഭാര്യ, മനസ്സും ബുദ്ധിയും ചേർന്ന് ഈശ്വരന് കൊടുക്കുന്നതാണ് സമർപ്പണം എന്ന് പറഞ്ഞാൽ.
അത് പൂർണ്ണമായി ഇതാണ് പ്രതികൂലമല്ല അനുകൂലമായ ധർമ്മപത്നിയോട് കൂടിയിട്ട് പ്രത്യേകിച്ച് സമർപ്പണം ഉണ്ടായി. മനസ്സും ബുദ്ധിയും കൂടി ചേർന്ന് അങ്ങോട്ട് കൊടുത്തു. അർപ്പയൽ തോയപൂർവം നാരായണീയത്തിൽ. അതിന് വ്യാഖ്യാനത്തിലൊരു ഒന്ന് പറയണത്, വാമനമൂർത്തി ബ്രഹ്മചാരിയാണ് അല്ലേ. ബ്രഹ്മചാരികൾക്കൊരു നിയമമുണ്ട്, ദാനം വാങ്ങാൻ പാടില്ല നിയമമാണ്. എന്നാൽ സമർപ്പണം ആകാം എന്ന നിയമമുണ്ട്. അതുകൊണ്ട് ഭട്ടതിരിപ്പാട് തോയപൂർവം അർപ്പയൽ തോയപൂർവം എന്നാക്കിയതാണ്. കാരണം സമർപ്പണമാവാലോ, മറ്റത് ദാനമല്ലേ, ദാനം വാങ്ങാൻ പാടില്ല, വാങ്ങിയിട്ടുമില്ല. രണ്ടുപേരും ചേർന്നൊരു സമർപ്പണം അവിടെ ഉണ്ടായതാണ്. അത് ഉൾക്കൊണ്ട ഭഗവാൻ മഹാബലിയുടെ മനസ്സറിഞ്ഞാണ് രൂപത്തെ വലുതാക്കി. തദ്വാമനം രൂപം അവർദ്ധദാത്ഭുതം ഹരേരനന്ദസ്യ ഗുണത്രയാത്മകം ഭൂഖം ദിശോ ദൗർവിവരാപയോധയ തിര്യനൃദേവ ഋഷയോ യഥാ സദാം. വിശ്വരൂപത്തെ നേരിട്ട് അങ്ങോട്ട് കാണിച്ചു കൊടുത്തു. സഭൂമിയും വിശ്വതോ വൃത്വ അത്യധിഷ്ഠൽ ദശാങ്കുലം എന്ന് വേദത്തിൽ. ബ്രഹ്മാണ്ടം കൂടി കഴിഞ്ഞ് അവിടുത്തെ പാദം അങ്ങോട്ട് വളർന്നു, അതാണ് കഴുകിച്ചു ബ്രഹ്മദേവൻ. അത് ഗംഗയായിട്ട് അങ്ങനെ ഒഴുകി വരണ കണ്ടാൽ വാമനമൂർത്തിയുടെ വിജയത്തിൻ്റെ കൊടിക്കൂർ അങ്ങനെ പാടിക്കളിക്കുകയാണോ എന്ന് തോന്നുന്നതാണ്. രണ്ടടി കൊണ്ടെല്ലാം കവർന്നെടുത്തു. മൂന്നാമത്തെ അടിക്ക് സ്ഥലമില്ലാണ്ട് വന്നപ്പോൾ കൈനീട്ടിയിരിക്കുകയാണ്. മൂന്നടി എന്നല്ലേ, വേഗം തന്നോളൂ തന്നോളൂ നിലയ്ക്ക് കൈനീട്ടിയിരിക്കുമ്പോഴും മഹാബലിക്ക് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ പറഞ്ഞു അത്രേ, പ്രത്യേകിച്ച് യുദ്ധത്തിന് വന്ന സന്ദർഭത്തിൽ മഹാബലി പറയുന്നുണ്ട്, ഇപ്പം യുദ്ധത്തിന് ആരും പുറപ്പെടണ്ട, കാരണം ഇത് ഭഗവാൻ നിശ്ചയിച്ചതാണ്. എനിക്ക് ആദ്യം ഇതൊക്കെ തന്ന് സാക്ഷാ ഭഗവാൻ, ഇതൊക്കെ തിരിച്ചെടുക്കണമെന്ന് വിചാരിച്ച് അങ്ങ് പുറപ്പെട്ടേക്കാണെങ്കിൽ അറിഞ്ഞു കൊടുക്കുക, കാലം പ്രതീക്ഷിച്ച് നിൽക്കുക, അല്ലാണ്ട് ഇപ്പം യുദ്ധത്തിന് പുറപ്പെടല്ല വേണ്ടത് എന്ന് അനുചരന്മാരെ ബോധ്യപ്പെടുത്തി. മൂന്നാമത്തെ അടിക്ക് സ്ഥലമില്ലാണ്ട് വന്ന് കൈനീട്ടിരിക്കണ ഭഗവാന്റെ മുമ്പിൽ പറഞ്ഞു. ഇനിയിപ്പോൾ അളക്കാൻ പാകത്തിന് ഒന്നുകൂടി ബാക്കിയുണ്ട് എന്നാണ്. എൻ്റേത് എനിക്ക് അത് രണ്ടും അളന്നെടുത്തു. ഇനി ബാക്കിയുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ അത് ബാക്കി കിടപ്പുണ്ട് എന്നർത്ഥം. കാരണം ഞാൻ ഉണ്ടെങ്കിലേ എൻ്റേതും എനിക്കുമുള്ളൂ. നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്നത് രണ്ടെണ്ണമാണ്. എൻ്റേതും എനിക്കും ഉപേക്ഷിക്കാൻ വിഷമമില്ല, ഞാൻ ഉപേക്ഷിക്കാൻ കുറച്ച് വിഷമാണ്. സംശയമുണ്ടോ? ഞാൻ തള്ളു വരാം. ഒരു ഉത്സവത്തിന് പോയതാ, പെട്ടെന്ന് ആന പിണങ്ങി ഓടുക. ആ സമയത്താണ് 600 രൂപയുടെ ചെരുപ്പ് അവിടെ കിടപ്പുണ്ട്, അത് ഉപേക്ഷിക്കില്ലേ? എൻ്റേത് ഉപേക്ഷിക്കും, എന്നെ രക്ഷിക്കാനല്ലേ ഞാൻ നോക്കുക അല്ലേ? നോക്കൂ, അവിടെ എൻ്റേത് എനിക്ക് രണ്ടും കളയാം, ഞാൻ പോണെങ്കിൽ വളരെ പ്രയാസമാണ് എന്നർത്ഥം. അപ്പോൾ ഇവിടെ എൻ്റേത് എനിക്ക് രണ്ടടി കൊണ്ട് അളന്നെടുത്തു, ബാക്കി ഒന്നുണ്ട്. പദം തൃതീയം ഗുരു ശേഷ്ണിമേ നിജം, മൂന്നാമത്തെ അടി കൊണ്ട് എന്നെ കൂടി അങ്ങോട്ട് സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞാൽ പ്രപന്നനായി മഹാബലി എന്നർത്ഥം. ഇതേവരെ അങ്ങനെ ആയിരുന്നില്ല. നേരെ മറിച്ച് ഗജേന്ദ്രമോക്ഷത്തിലെ സ്തുതിയുടെ അവസാനമില്ലേ, പ്രപന്നപാലായ ഇല്ലേ, അവസാന ശ്ലോകത്തിൽ അങ്ങനെയാണ്. ഇതേവരെ ഗജേന്ദ്രന് തോന്നിയിരുന്നതാണ്, എനിക്ക് സഹായികളായിട്ട് അനവധിയുണ്ട് ഇല്ലേ, തോന്നിയിരുന്നു. പക്ഷെ എപ്പോൾ തീരുമാനമായി വേറെ ആരുമില്ല, അവിടുന്ന് അല്ലാണ്ട്. അതാണ് അനന്യ ചിന്തയന്തോ ഏമാം അന്യഥാ ശരണം നാസ്തി ത്വമേവ സർവം മമ ദേവദേവ എന്നുള്ള അനന്യഭാവത്തിൽ ശരണാഗതിയായിട്ടാണ് മഹാബലി ഇപ്പോൾ സാഷ്ടാംഗം നമസ്കരിച്ചു നാം. അതൊരു സൂത്രമാണ്. വേദവ്യാസ മഹർഷി വർണ്ണനയിലെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. അവതാരം പറഞ്ഞ് പല രംഗങ്ങൾ പറഞ്ഞപ്പോൾ അവിടെയൊന്നും നമസ്കരിച്ചു മഹാബലി വാമനനെ എന്ന് പറഞ്ഞില്ല. ഇവിടെ പ്രണാമായ കഥാസമുദ്യമ ഭംഗിയായിട്ട് കാക്കൽ വീണു. എന്താ, എൻ്റേതും എനിക്കും പോയി, ഇനി അവനവനെ കൂടി അങ്ങോട്ട് കൊടുക്കുക എന്ന ആത്മനിവേദനം പ്രഹ്ലാദൻ പ്രസംഗിച്ചു. എങ്കിൽ ശ്രവണം കീർത്തനം വിഷ്ണുസ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മനിവേദനം എന്ന് പ്രസംഗിച്ചു. ചെയ്തു മഹാബലി. അവനവനെ കൂടി അങ്ങോട്ട് കൊടുക്കുക, മൂന്നാമത്തെ പാദം കൊണ്ട് എന്നെ കൂടി സ്വീകരിച്ചോളൂ. എന്താ, ഭഗവാൻ അനുഗ്രഹിക്കത്തക്ക രീതിയിലുള്ള പാകത, പക്വത, പ്രപന്നത മഹാബലിക്ക് വന്നു.
അപ്പോഴാണ് അനുഗ്രഹിച്ചത്. അപ്പം ഇത്രയും പരീക്ഷണം എന്തിനായിരുന്നു? ഗാഢോപശാന്തി അതദർഹോപി. ഇതൊന്നും മഹാബലിക്ക് വാസ്തവത്തിന് വേണ്ടിയിരുന്നില്ല. പക്ഷേ ഈ നിലയിൽ പൂർണ്ണാനുഗ്രഹത്തിന് വേണ്ടിയിട്ട് പാകപ്പെടുത്താനായിരുന്നു എന്നർത്ഥം. അതല്ലേ ശ്രീപാദത്തിൻ്റെ അനുഗ്രഹം കിട്ടുക അപൂർവമായിട്ടാണ് കിട്ടുക എന്നർത്ഥം. കാളിയനെ കിട്ടിയിട്ടുണ്ട്, മഹാബലിക്കല്ലേ ആദ്യം കിട്ടിയത്, ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടായിരുന്നു ഈ പരീക്ഷണങ്ങൾ മുഴുവൻ. അത് ഭംഗിയായിട്ട് ഭഗവാൻ അനുഗ്രഹിച്ചു. ഏതായാലും ബ്രഹ്മദേവന്മാരെ പ്രഹ്ലാദനൊക്കെ സ്തുതിച്ചു പറഞ്ഞു, ഞാൻ വാസ്തവത്തിൽ തോറ്റു എൻ്റെ മുമ്പിൽ. അതുകൊണ്ട് സുതലം സ്വർഗവിപ്രാർത്ഥ്യം, ദേവന്മാർക്ക് വരെ പ്രവേശമില്ല സുതത്തിൽ കൊണ്ടുപോയിട്ട് ഞാൻ തന്നെ കാവൽക്കാരനായി നിന്നോടാം. രക്ഷിഷ്യേ സർവദോഹം സാനുഗം സപരിച്ഛതം. സദാ ഇവിടെ പറയണു ആണ് ഇത്, പ്രത്യേകിച്ച് ഞാൻ തന്നെ കാവലായി നിന്നുകൊണ്ട് സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞ് സദാ സന്നിഹിതം വീരതമാം ദൃശ്യതേ ഭവാൻ. ഭക്തൻ്റെ കാവലായിട്ട് ഭഗവാൻ തന്നെ. അതും മഹാബലിക്ക് കിട്ടിയിട്ടുള്ള ഭാഗ്യമാണ്. അടുത്ത മന്വന്തരത്തിന് ഇന്ദ്രനാകണവരെ ഭഗവാന്റെ സംരക്ഷണ വലയത്തിൽ കൂടാനുള്ള ഭാഗ്യം പ്രത്യേകിച്ച് കിട്ടി. ഇന്ദ്രപദവിയിൽ ചെന്ന് പ്രത്യേകം അനുഗ്രഹിച്ച കൂട്ടത്തിൽ ജാമ്പവാന് കൊടുത്ത അനുഗ്രഹമായിട്ട് പറയാറുണ്ട്, പ്രത്യേകിച്ച് അങ്ങയുടെ മകളെ ഞാൻ കൃഷ്ണാവതാരത്തെ സ്വീകരിച്ചോളാം. ശുക്രമഹർഷിക്ക് കൊടുത്ത അനുഗ്രഹം അങ്ങയുടെ കുലത്തിൽ കൃഷ്ണാവതാരം. അങ്ങനെ പ്രത്യേകം അനുഗ്രഹങ്ങൾ ഓരോരുത്തർക്കും കൊടുത്ത കൂട്ടത്തിൽ ഇത് അനുസ്മരിച്ച് നമുക്കൊക്കെ പ്രത്യേകം ഒരു അനുഗ്രഹം എൻ്റെ ഒടുവിലത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. 23-ാമത്തെ അധ്യായത്തിലെ അവസാന ശ്ലോകം ഫലശ്രുതിയാണ്. ക്രിയമാണേ കർമ്മണീതം ദൈവേ പിത്രേതമാനുഷേ എത്ര അനുകീർത്തിയേത തേഷാം സുകൃതം വിദു. ഇതാണ് നമുക്കുള്ള അനുഗ്രഹം. മാനുഷിക അനുഷ്ഠാനങ്ങൾ, പിതൃകർമ്മങ്ങൾ, ദൈവിക അനുഷ്ഠാനങ്ങൾ ഇതൊക്കെ നടക്കുമ്പോൾ ഈ വാമനമൂർത്തിയെ പ്രത്യേകം സ്മരിക്കുക അല്ലെങ്കിൽ അനുകീർത്തിക്കുക ചെയ്താൽ അത് പൂർണ്ണാവും. സുഹൃതം പൂർണ്ണാവട്ടെ ഏതാണ് വലിയൊരു അദ്ദേഹം പ്രത്യേകം പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ സുഹൃതം എന്ന് കേട്ടിട്ടില്ലേ? ഒരിക്കൽ ഞാൻ ഇവിടെ സുഗതഹോമത്തിന് വേണ്ടി കുറച്ച് ചമത കൊണ്ടുപോകാൻ വേണ്ടി വരുന്നുണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, മഹാബലി അനുഗ്രഹത്തിൻ്റെ അവസാന ശ്ലോകം വായിച്ചിട്ടില്ലേ? സുഹൃതം വിദു. എന്താ ഈ സുഹൃതം? ഉള്ളത് വേണ്ടോണം അനുഭവിക്കാറാവലാണ് സുഹൃതം. അത്ര ഉള്ളൂന്നാം, ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ എന്നാണ്. അത് വേണ്ടോണം അനുഭവിക്കലാണ് സുഹൃതം എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എല്ലാം ഉണ്ട്, അനുഭവം ഇല്ലെങ്കിൽ കഴിഞ്ഞില്ലേ? അനുഭവം തരേണ്ട ആളാരാ? ഭഗവാനാണ് എന്നർത്ഥം. ആ നിലയിൽ അവിടുത്തെ അനുകീർത്തിയേത നിത്യം കീർത്തിക്കുക, സ്മരിക്കുക, ആശ്രയിക്കുക. അത് വന്നാൽ പൂർണ്ണമായി. വിവാഹം, ചോറൂണ് ഇതൊക്കെ മാനുഷികാനുഷ്ഠാനങ്ങൾ, പൂജാഹോമാദികളാകുന്ന ദൈവികാനുഷ്ഠാനങ്ങൾ, ശ്രാദ്ധാദികളാകുന്ന പിതൃകർമ്മങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നടക്കുമ്പോൾ വാമനമൂർത്തിയാണ് വാസ്തവത്തിൽ സ്മരിക്കേണ്ടത് എന്നർത്ഥം. അതാണ് സുഹൃതം. ഉള്ളത് വേണ്ടോണം അനുഭവേദ്യമാക്കി തരേണ്ട അനുഭവദാതാവ് അതാണ് ഈശ്വരൻ എന്ന ആശയം പരം ബ്രഹ്മ. അതാണ് വേണ്ടത് എന്ന് വാമനാവതാര പര്യന്ത കഥകളിൽ കൂടി വേദവ്യാസൻ നമ്മളെ മനസ്സാക്കി തരാണ്. വാസ്തവത്തിൽ മഹാബലിക്ക് ഇതൊന്നും വേണ്ടിയിരുന്നില്ല. പക്ഷേ ഗാഢോപശാന്തി, ഉപശമം വരുത്തി ഇനി വൈകല്യം വരരുത്, അതിന് വേണ്ടിയിട്ടുള്ള പരിശോധനകളാണ്. അപ്പോൾ നമ്മുടെ ജീവിതയാത്രയിലും പല തരത്തിലുള്ള പരിശോധനകളുണ്ടാവും. അതെന്തു വന്നാലും അത് ഭഗവത് അനുഗ്രഹമാണ് എന്ന നിലയിൽ കാണാറാവലാണ് വാസ്തവത്തിൽ ഭക്തി, മറ്റൊന്നല്ല എന്നുള്ളത് ശ്രീമദ് ഭാഗവത മഹാപുരാണം ഉദ്ഘോഷിക്കുകയാണ്. അത് ജീവിതത്തിൽ പകർത്തിയ മഹാനുഭാവൻ്റെ അനുസ്മരണം കൂടിയിട്ടാണ് ഈ സത്രം. അത് ഓരോ സത്രം കഴിയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ആ പൂർണ്ണത നമ്മൾ ഉൾക്കൊള്ളണം. അപ്പോഴാണ് മള്ളിയൂർ ജയന്തിയുടെ മഹാത്മ്യം പൂർണ്ണാവുക. അത് പൂർണ്ണമായിട്ട് ഗണപതി തമ്പുരാൻ എല്ലാവർക്കും അനുഗ്രഹിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.